Meet the editors. കൂടിക്കാഴ്ച വിശദീകരിക്കണ്ടേ എന്നാണ് ചോദ്യം. ഉണ്ണിബാലകൃഷ്ണൻ, ഇന്നിപ്പോൾ പ്രതിപക്ഷ നേതാവാണ് ഈ വിഷയം പാറമേക്കാവ് എന്ന് പറഞ്ഞു ഉയർത്തുന്നത്. പക്ഷെ അതിനു മുമ്പ് നമ്മുടെ തന്നെ ഒരു അഭിമുഖത്തിൽ PV അൻവർ പറയുന്നുണ്ട്, ഒരു RSS സമ്മേളനത്തിൽ ADGP പങ്കെടുത്തിരുന്നു. പക്ഷെ അതിന് കുറച്ചുകൂടി ക്ലാരിറ്റി വരുന്നത് പ്രതിപക്ഷ നേതാവ് പറയുന്ന ഘട്ടത്തിലാണ്. ഇന്നിപ്പോൾ അത് സ്ഥിരീകരിച്ചു. പാറമേക്കാവിൽ വിദ്യാമന്ദിറിൽ പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ ദത്താത്രേയ ഹൊസബാളയുമായി ചർച്ച നടത്തി. പിന്നീട് ഒരു വാർത്ത കൂടി വന്നു, കോവളത്ത് വെച്ച് റാം മാധവനെയും കണ്ടിട്ടുണ്ട് എന്നുള്ളതാണ്. അത് ADGP സ്ഥിരീകരിച്ചു എന്നാണ് അറിയുന്നത്. ഗോവിന്ദ മാഷിനോട് ചോദിക്കുമ്പോൾ ഗോവിന്ദ മാഷിൻ്റെ പ്രതികരണം, ADGP RSS നേതാവിനെ കണ്ടാൽ പാർട്ടിക്ക് എന്താണ് എന്ന ചോദ്യമാണ് ചോദിക്കുന്നത്. വിശദീകരിക്കണ്ടേ? വിശദീകരിക്കണം, നിശ്ചയമായും. കാരണം എന്ന് വെച്ചാൽ വിശദീകരിക്കണമെന്ന് നമ്മളല്ലല്ലോ പറഞ്ഞത്. ഈ ഭരണമുന്നണിയിലെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട കക്ഷിയായ, സർക്കാരിൻ്റെ ഭാഗമായി 4 മന്ത്രിമാരുള്ള പാർട്ടിയായ CPIയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വമാണ് ഇന്ന് രാവിലെ ആദ്യം ഈ ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത്. ADGP അജിത് കുമാർ, ക്രമസമാധാന ചുമതലയുള്ള അജിത് കുമാർ RSS നേതാവുമായി പങ്കുവച്ചത് എന്താണ് എന്ന് പറയണം എന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഭരണമുന്നണിയിൽപ്പെട്ട ഒരു രാഷ്ട്രീയ നേതാവ് തന്നെയാണ്. ഇതിനകത്തൊരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ 2023 മെയ് 22-ാം തീയതി കണ്ടു എന്നാണല്ലോ പറയുന്നത്. ADGP അജിത് കുമാറും ഹൊസബോളയുമായിട്ട് കൂടിക്കാഴ്ച നടന്നു. 2023 മെയ് 22-ാം തീയതി കാണുന്നു. 23-ാം തീയതി ഇന്റലിജൻസ് റിപ്പോർട്ട് പോകുന്നു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. 23-ാം തീയതി തന്നെ ഇന്റലിജൻസ് കൃത്യമായി സംസ്ഥാന ഇന്റലിജൻസ് മേധാവിക്കും അതുവഴി സർക്കാരിനും ഈ ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നുണ്ട്. അതായത് 16 മാസം മുമ്പ് ഈ ADGP അജിത് കുമാർ ദത്താത്രേയ ഹൊസബോളയുമായി തൃശ്ശൂരിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തിയെന്ന വിവരം മുഖ്യമന്ത്രിക്കറിയാം. ആഭ്യന്തര വകുപ്പിൻ്റെ ചുമതലയുള്ള മുഖ്യമന്ത്രിക്കറിയാം 16 മാസങ്ങൾക്ക് മുമ്പ് എന്നോർക്കണം. അത് കഴിഞ്ഞ് ഡിസംബറിൽ റാം മാധവുമായി കോവളത്ത് വെച്ച് കൂടിക്കാഴ്ച നടത്തിയെന്നുള്ള ഇന്റലിജൻസ് റിപ്പോർട്ടുണ്ട് 8 മാസം മുമ്പ്. നോക്കൂ, ഈ 2023-2024 പ്രത്യേകത എന്താ? 2023-2024 എന്ന് പറയുന്നത് ഇലക്ഷൻ വർഷമാണ്, തിരഞ്ഞെടുപ്പ് വർഷമാണ്. ആ തിരഞ്ഞെടുപ്പ് വർഷത്തിൽ ഈ CPM എന്ന് പറയുന്ന ഇവിടെ ഭരിക്കുന്ന പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ശത്രു ആരാണ്? അത് കോൺഗ്രസ് അല്ല, അത് BJP ആണ്. BJP വിരുദ്ധ രാഷ്ട്രീയമാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ശക്തമായിട്ട് CPM ഉന്നയിച്ചിരിക്കുന്നത്. അങ്ങനെ ഒരു പാർട്ടി ഭരിക്കുന്ന സംസ്ഥാനത്ത് ഏറ്റവും വിശ്വാസ്യതയോടുകൂടി ക്രമസമാധാന ചുമതല ഏൽപ്പിച്ചു കൊടുത്തിരിക്കുന്ന ഒരു ADGP RSSൻ്റെ നേതാവുമായി സംസാരിക്കുന്നുണ്ട് എങ്കിൽ, കൂടിക്കാഴ്ച നടത്തുന്നുണ്ട് എങ്കിൽ, അക്കാര്യത്തെക്കുറിച്ചൊരു ഇൻഫർമേഷൻ മുഖ്യമന്ത്രിക്കുണ്ട് എങ്കിൽ, ആഭ്യന്തര വകുപ്പിനുണ്ട് എങ്കിൽ, അവരക്കാര്യത്തിൽ നിശബ്ദരായിരിക്കാൻ കഴിയുമോ? അവർക്ക് അങ്ങനെ ഒരു സാധ്യതയുണ്ടോ? ഞാൻ ചോദിക്കുന്നത്, 2016 അധികാരത്തിൽ വന്ന പിണറായിയുടെ 1ാം സർക്കാർ ആദ്യമുണ്ടാക്കിയ വിവാദം അറിയാമല്ലോ, TP സെൻകുമാറുമായി ബന്ധപ്പെട്ട വിവാദമല്ലേ? എന്തുകൊണ്ടാണ് TP സെൻകുമാറിനെ DGP സ്ഥാനത്ത് നിന്ന് മാറ്റാൻ CPM തീരുമാനിച്ചത്, ആ സർക്കാർ തീരുമാനിച്ചത്? TP സെൻകുമാറിന് BJPയുമായി കണക്ഷൻ ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ്. BJP ബന്ധമാണ് TP സെൻകുമാറിൻ്റെ വിശ്വാസ്യതയുമായി ബന്ധപ്പെട്ട് CPM നേരിട്ടിരുന്ന പ്രശ്നം. 2017 നിയമസഭയിൽ ഒരു ചോദ്യം ഉയരുന്നുണ്ട്. DGP സ്ഥാനത്ത് നിന്ന് TP സെൻകുമാറിനെ നീക്കാനായിട്ട് സർക്കാർ ശ്രമിച്ചപ്പോൾ അതിനെതിരായിട്ട് പ്രതിപക്ഷം, കോൺഗ്രസ് വളരെ ശക്തമായ വാദവും ഉന്നയിച്ചപ്പോൾ അന്ന് ആഭ്യന്തരമന്ത്രി കൂടിയായിട്ടുള്ള മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതിപക്ഷത്തിനൊക്കെ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇന്നിപ്പോൾ നിങ്ങളുടെ കയ്യിലല്ല കേട്ടോ ഈ TP സെൻകുമാർ, അദ്ദേഹം വേറെ താവളം തേടി പോയിരിക്കുന്നു, അതുകൊണ്ട് അദ്ദേഹത്തെ പ്രൊട്ടക്ട് ചെയ്യാൻ ഇങ്ങോട്ട് വരണ്ട എന്നാണ് അന്ന് പിണറായി വിജയൻ പറഞ്ഞത്. അപ്പോൾ വളരെ സ്ട്രോങ് ആയ നിലപാടാണ് TP സെൻകുമാറിൻ്റെ കാര്യത്തിനകത്ത് പിണറായി വിജയൻ എന്ന് പറയുന്ന ആഭ്യന്തര വകുപ്പിൻ്റെ ചുമതലയുള്ള CPM മുഖ്യമന്ത്രി എടുത്തത്. അപ്പോൾ CPMൻ്റെ ഈ പറയുന്ന BJP വിരോധം എന്ന് പറയുന്നത് തെളിയിക്കപ്പെട്ടിട്ടുള്ള കാര്യമാണ്. നമ്മളൊന്ന് ആലോചിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, കേരളത്തിൽ ആദ്യത്തെ രാഷ്ട്രീയ കൊലപാതകം എന്ന് പറയുന്നത് വാടിക്കൽ രാമകൃഷ്ണൻ്റെ കൊലപാതകമാണ്. 1969 കണ്ണൂരിൽ നടക്കുന്ന കൊലപാതകം. 55 വർഷങ്ങൾക്ക് മുമ്പാണ് ആ കൊലപാതകം ഉണ്ടായത്. ആ കൊലപാതകത്തിൽ 1ാം പ്രതി ആരാന്നറിയാമോ? ഇന്ന് സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയായിരിക്കുന്ന പിണറായി വിജയനാണ്. 55 വർഷങ്ങൾക്ക് മുമ്പാണ് ഈ പറയുന്ന വാടിക്കൽ രാമകൃഷ്ണൻ്റെ കൊലപാതകം ഉണ്ടാകുന്നത്. അന്നു മുതലുള്ള ചരിത്രമുണ്ട് ഈ RSSുമായിട്ടുള്ള ഏറ്റുമുട്ടൽ നിന്നേ. ഇന്നലെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള MV ഗോവിന്ദൻ ഒരു കണക്ക് പറഞ്ഞു, 218 പേരാണ് കേരളത്തിൽ CPMൻ്റെ രക്തസാക്ഷികൾ RSSുമായുള്ള ഏറ്റുമുട്ടലിൽ. കഴിഞ്ഞ 8 വർഷത്തിനകത്ത് 18 പേര്, അതായത് ഈ സർക്കാർ ഭരിക്കുമ്പോൾ 18 പേര് കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നും MV ഗോവിന്ദൻ പറഞ്ഞു. അപ്പോൾ ആ രക്തസാക്ഷികളുടെയൊക്കെ രക്തത്തിൽ നിന്ന് പടുത്തുയർത്തിപ്പെട്ടുള്ള ഒരു പ്രസ്ഥാനം, ആ പ്രസ്ഥാനം ഭരിക്കുന്ന ഒരു സമയത്ത് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദ്യോഗസ്ഥൻ പോയിട്ട് RSSൻ്റെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട മേധാവിയുമായി ചർച്ച നടത്തുന്നു എന്ന് പറയുമ്പോൾ നിശബ്ദത പാലിക്കാൻ കഴിയും. ഇതൊരു പൊളിറ്റിക്കൽ ഇഷ്യൂ ആണ്. ഇനി ഞാനൊരു കാര്യം ചോദിക്കട്ടെ, 2023 മെയ് 22-ാം തീയതി ഹൊസബോളയുമായിട്ട് ADGP അജിത് കുമാർ സംസാരിച്ചോട്ടെ. അജിത് കുമാറിന് അറിയില്ലേ 23-ാം തീയതി ഇന്റലിജൻസ് റിപ്പോർട്ട് പോകുമെന്ന്? അയാളൊരു ചെറിയ ഓഫീസറൊന്നുമല്ലല്ലോ. ഇപ്പം ഞാനൊരു ഉദാഹരണം പറയാം. ഞങ്ങൾ ഡൽഹിയിലുള്ള സമയത്ത് ഹോർമിസ് തരകനായിരുന്നു കേരളത്തിലെ DGP. അദ്ദേഹം ഇവിടുന്ന് റോയുടെ മേധാവിയുമായിട്ട് ഡൽഹിയിലെത്തി. സ്വാഭാവികമായിട്ട് ഹോർമിസ് തരകൻ സാറുമായിട്ടൊക്കെ മലയാള പത്രപ്രവർത്തകർക്ക് നല്ല ബന്ധമാണ്. റോയുടെ മേധാവിയാണ്.
തടിയൻ്റെ നസീർ അടക്കമുള്ള ഈ കളമശ്ശേരി ബസ് കത്തിക്കൽ അടക്കമുള്ള കേസ് നിൽക്കുന്ന സമയമാണ്. ഈ മലയാള മാധ്യമ പ്രവർത്തകർ തരകൻ സാറിൻ്റെ ഫോൺ നമ്പർ കയ്യിലുള്ളതുകൊണ്ട് നിരന്തരം തരകൻ സാറിനെ വിളിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ അതിനിടയ്ക്ക് ഒരു ദിവസം വളരെ ബുദ്ധിമുട്ടിട്ട് അദ്ദേഹം പറഞ്ഞു, ഞാൻ റോയുടെ മേധാവിയാണ്, നിങ്ങൾ എന്നെ ഇങ്ങനെ നിരന്തരം വിളിക്കരുത്, ബിക്കോസ് ദർ ഇസ് എ കൗണ്ടർ സർവൈലൻസ്. അത് ഞാൻ ആദ്യമായിട്ട് മനസ്സിലാക്കുന്നത് തരകൻ സാറിൽ നിന്നാണ്. കാരണം വെച്ചാൽ സർവൈലൻസ് മാത്രമല്ല, നിങ്ങൾ ആളുകളെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾക്ക് പുറകിലൊരു നിരീക്ഷണ സംവിധാനമുണ്ട്, നിങ്ങൾ ആരുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നു, നിങ്ങൾ എവിടെയൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നു. റോയുടെ മേധാവിയാണ്, വളരെ പ്രധാനപ്പെട്ട ഒരു സെൻസിറ്റീവ് പോസ്റ്റാണ്, അദ്ദേഹം ആരുമായിട്ടൊക്കെ ടെലിഫോണിൽ സംസാരിക്കുന്നു, അദ്ദേഹം എവിടെയൊക്കെ പോകുന്നു എന്നുള്ള ആ സംവിധാനത്തിൽ നിന്ന് തന്നെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനൊരു സംവിധാനം എല്ലാ സേനാ വിഭാഗങ്ങളിലുമുണ്ട്. ഇത് അറിയാത്ത ഒരാളാണോ ADGP? അപ്പം ഈ പറയുന്ന അജിത് കുമാർ മെയ് 22-ാം തീയതി 2023 ഈ പറയുന്ന ഹൊസബോളയുമായി കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷം 23-ാം തീയതി ഇന്റലിജൻസ് റിപ്പോർട്ട് പോകുമെന്ന് അദ്ദേഹത്തിന് അറിയാം, മുഖ്യമന്ത്രി ഈ കാര്യം അറിയുമെന്നും അറിയാം. അതിനുശേഷം ഡിസംബറിൽ വീണ്ടും പോയി അദ്ദേഹം റാം മാധവുമായിട്ട് കൂടിക്കാഴ്ച നടത്തുന്നു എന്നുള്ളത് അങ്ങേയറ്റം, ഞാൻ പറയുന്നത് നിങ്ങൾ വളരെ ലളിതമായിട്ട് അങ്ങ് പറഞ്ഞു കളയും. ADGP അജിത് കുമാർ ഒരു വ്യക്തിയല്ലേ, അദ്ദേഹത്തിന് മറ്റൊരു വ്യക്തിയെ കണ്ടുകൂടെ, അല്ലെങ്കിൽ ഒരു പൊതുപ്രവർത്തകനെ ഒരു ഓഫീസർക്ക് കണ്ടുകൂടെ? നോക്കൂ, ഇവിടെ ഈ ഓൾ ഇന്ത്യ സർവീസിലൊക്കെ ചില കണ്ടക്ട് റൂൾസ് ഉണ്ടെന്നേ, വളരെ പ്രധാനമാണത്. ചില ഔചിത്യത്തിൻ്റെയൊക്കെ പ്രശ്നങ്ങളുണ്ട് ഇതിനകത്ത്. അതായത് ഈ ക്രമസമാധാന ചുമതല 4 വിഭാഗങ്ങളാണ് പോലീസിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 1 ക്രമസമാധാനം, 2 ക്രൈംബ്രാഞ്ച്, 3 വിജിലൻസ്, 4 ഇന്റലിജൻസ്. ഈ 4 വകുപ്പുകൾ വളരെ പ്രധാനമാണ് പോലീസിൽ. ഈ 4 വകുപ്പുകളിലും ഏറ്റവും വിശ്വസ്തരായിട്ടുള്ള ആളുകളല്ലേ ഒരു സർക്കാർ നിയമിക്കുക. അതിൽ ഏറ്റവും വിശ്വസ്തനായിരിക്കും ക്രമസമാധാനം ചുമതല ഉണ്ടാവുക. എന്താ കാര്യം? ഇന്റലിജൻസ് കൊടുക്കുന്ന എല്ലാ ഇൻപുട്ടും വെച്ചിട്ട് ഓരോ ദിവസവും സേന എങ്ങനെ പ്രവർത്തിക്കണമെന്നും എന്തു നീക്കം നടത്തണമെന്നും മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രി ഉണ്ടെങ്കിൽ ആഭ്യന്തരമന്ത്രിയും നിരന്തരം ചർച്ച ചെയ്യുന്ന ഒരാളെന്ന് പറയുന്നത് ഈ ക്രമസമാധാന ചുമതലയുടെ ADGP ആയിട്ടായിരിക്കും. അപ്പോൾ അങ്ങനെ വളരെ സെൻസിറ്റീവായ ഒരു പോസ്റ്റിലിരിക്കുന്ന ആളാണ് ഇദ്ദേഹം എന്ന് പറയുന്നത്. അപ്പോൾ ഈ പറയുന്ന ക്രമസമാധാന ചുമതല നിർവഹിക്കുന്ന ഒരാൾ, അയാൾക്കൊരു കണ്ടക്ട് റൂൾ ഉണ്ടെന്നേ, അയാൾക്ക് ഒരുപാട് ഇൻഫർമേഷൻ ഉള്ള ആളാണ്. കേരളത്തിലെ എന്ത് ചലനങ്ങൾ നടന്നാലും അതറിയുന്ന ഒരു പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥനാണ്. ഇപ്പോൾ അൻവർ വെളിപ്പെടുത്തിയൊരു കാര്യമുണ്ടല്ലോ, മന്ത്രിമാരുടെയും രാഷ്ട്രീയ നേതാക്കളുടെ അടക്കം ടെലിഫോണുകൾ ചോർത്തിക്കൊണ്ടിരിക്കുന്ന ആളായിട്ടാണല്ലോ ADGP അജിത് കുമാറിനെ കുറിച്ച് PV അൻവർ പറഞ്ഞു. ഉത്തരവാദിത്തപ്പെട്ട MLA ആണ് പറഞ്ഞിരിക്കുന്നത്, അതൊക്കെ അദ്ദേഹം തെളിയിക്കേണ്ടതാണ്. പക്ഷേ അങ്ങനെ ഒരു ആരോപണമുണ്ട്, ഒരു സെല്ല് തന്നെ വെച്ച്, ഒരു SP വെച്ച് മന്ത്രിമാരുടെയും രാഷ്ട്രീയ നേതാക്കളുടെയും MLA മാരുടെയും മാധ്യമപ്രവർത്തകരുടെയും ഒക്കെ ഈ പറയുന്ന സംഭാഷണങ്ങളും കോൺവെർസേഷൻസ് ഒക്കെ ചോർത്തിക്കൊണ്ടിരിക്കുന്ന ഒരാൾ എന്തൊക്കെ ഇൻഫർമേഷൻ കൈയാളുന്ന ഒരാളാണെന്ന് നോക്കണം. അങ്ങനെ ഒരാൾ RSSന്റെ ഒരു പ്രധാനപ്പെട്ട മേധാവിയെ കണ്ട് കൂടിക്കാഴ്ച നടത്തുമ്പോൾ വീട്ടുവർത്തമാനം പറയാനും ഈ പറയുന്ന സഹോദരങ്ങളുടെ വിശേഷം ചോദിക്കാനും കുട്ടികളുടെ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യങ്ങൾ പറയാനും വേണ്ടിയിട്ടായിരിക്കില്ലല്ലോ അങ്ങനെ ഒരു കൂടിക്കാഴ്ച. അപ്പോൾ വളരെ സെൻസിറ്റീവായ ഒരു മീറ്റിംഗ് ആണ്. അത്തരം സെൻസിറ്റീവായ മീറ്റിംഗിലേക്ക് പോകുമ്പോൾ ഇതുപോലെ ഇൻഫർമേഷൻസ് ഉള്ളൊരു ഉദ്യോഗസ്ഥൻ അങ്ങനെ പോകാൻ കഴിയില്ല. ദർ ആർ കണ്ടക്ട് റൂൾസ് ഉണ്ട്. ആ കണ്ടക്ട് റൂൾസിൽ പറയുന്നത്, അതായത് നിങ്ങളുടെ പെരുമാറ്റ നിയമമുണ്ട്. ആ പെരുമാറ്റ നിയമത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അൺഓതറൈസ്ഡ് കമ്മ്യൂണിക്കേഷൻ ഓഫ് ഇൻഫർമേഷൻ എന്ന് പറഞ്ഞൊരു വകുപ്പുണ്ട്. ഒരു കാരണവശാലും നിങ്ങൾ അൺഓതറൈസ്ഡ് ആയിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ നടത്താൻ പാടില്ല. അപ്പോൾ അങ്ങനെ കമ്മ്യൂണിക്കേഷൻ നടത്താതിരിക്കണമെങ്കിൽ എന്ത് വേണം? ഇത്തരത്തിലുള്ള കൂടിക്കാഴ്ചകൾ പറ്റില്ല. കൂടിക്കാഴ്ചകൾ പറ്റില്ല എന്ന് ചോദിച്ചാൽ ഭരണഘടനാപരമായി നിങ്ങൾ സ്വതന്ത്രനാണ്, നിങ്ങൾ ഒരു ഫ്രീ ഇൻഡിവിഡ്വലാണ്, നിങ്ങൾക്ക് അങ്ങനെയൊക്കെ പോയി ആരുമായിട്ടും കാണാമെന്ന് പറയുമ്പോഴേ നിങ്ങൾ എന്തിനാന്നേ ഈ രഹസ്യ സ്വഭാവത്തിൽ ഈ കൂടിക്കാഴ്ച നടത്തി? അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്, നിങ്ങൾക്ക് ഒന്ന് പരസ്യമായിട്ട് കണ്ടു പോകാമല്ലോ. നിങ്ങൾ എങ്ങനെയാണ് ഓഫീസ് വണ്ടി മാറ്റുന്നു? ഓഫീസ് വണ്ടി മാറ്റിയതിനു ശേഷം എന്തിനാണ് ഓഫീസ് വണ്ടി മാറ്റുന്നത്? എവിടേക്കെങ്കിലും പോകുന്നുണ്ടെങ്കിൽ അത് ലോഗ് ബുക്കിൽ കൃത്യമായി രേഖപ്പെടുത്തും അല്ലേ? ആ രേഖയടക്കം, ആ തെളിവടക്കം ഇല്ലാതാക്കിക്കൊണ്ട് ഒരു പോലീസ് ഓഫീസർ, അതും സംസ്ഥാനത്തെ ഏറ്റവും സെൻസിറ്റീവായ പോസ്റ്റിലിരിക്കുന്ന ഒരു പോലീസ് ഓഫീസർ RSSന്റെ ഒരു മേധാവിയെ കാണാൻ പോവുക എന്ന് പറഞ്ഞാൽ അതിന് രാഷ്ട്രീയമായ മറുപടി പറയണമെന്നേ. ഞാൻ പറയുന്നതിൻ്റെ സാങ്കേതികത്വമല്ല. ഒരു ADGP അങ്ങ് പോയി കണ്ടു, അങ്ങനെയാണെങ്കിൽ അയാളുടെ മൂക്ക് ഒന്നുമല്ല പ്രശ്നം. ഞാൻ നേരത്തെ പറഞ്ഞ ആ പ്രശ്നം 218 രക്തസാക്ഷികളുണ്ട് കേരളത്തിൽ. CPMന് അത് RSSുമായിട്ടുള്ള ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടവരാണ്. കഴിഞ്ഞ 8 വർഷത്തിനകത്ത് 18 പേര് മരിച്ചിട്ടുണ്ട്. ഈ സർക്കാർ ഇരിക്കുമ്പോൾ മരിച്ചിട്ടുണ്ടെന്നേ. അത് മാത്രമല്ലല്ലോ, ഇവിടുത്തെ ഒരു സെൻസിറ്റിവിറ്റിയുടെ ഈ RSS CPM സംഘർഷത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രധാനപ്പെട്ട കാര്യം നോക്കൂ. 2014 നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ അധികാരമേറ്റിട്ട് BJPയുടെ ഹെഡ്ക്വാർട്ടേഴ്സിൽ വന്നൊരു അഭിസംബോധന നടത്തിയപ്പോഴത്തേക്കേ എൻ്റെ പ്രധാനമന്ത്രി പദം ഞാൻ കേരളത്തിലെ ബലിദാനികൾക്ക് സമർപ്പിക്കുന്നു എന്നാണ് പ്രഖ്യാപിച്ചത്. അപ്പോൾ ആ സംഘർഷത്തിൻ്റെ ആഴമെന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പോൾ അത്രയും വലിയ ഏറ്റുമുട്ടൽ നടത്തിയിട്ടുള്ള 2 പാർട്ടികളാണേ. ആ 2 പാർട്ടികളിൽ ഒരു പാർട്ടി ഇവിടെ ഭരിക്കുന്നു, ഒരു പാർട്ടി അവിടെ ഭരിക്കുന്നു. അവിടെ ഭരിക്കുന്ന പാർട്ടിയുടെ ഒരാളിനെ ഇവിടെ ഭരിക്കുന്ന ഒരു പാർട്ടിയുടെ ഏറ്റവും മുഖ്യ ചുമതലക്കാരനായ ഒരു പോലീസ് ഓഫീസർ പോയി കണ്ടാൽ കേരളത്തിലെ ജനങ്ങൾ ചോദിക്കും. അതിന് രാഷ്ട്രീയമായ മറുപടി പറയാൻ ബാധ്യസ്ഥമാണ് CPM. അതിങ്ങനെ മൈക്ക് കണ്ടിട്ട് ഒഴിഞ്ഞു മാറി പോകാൻ പറ്റില്ല MV ഗോവിന്ദന്, പിണറായി വിജയന്. അതുകൊണ്ട് ഞാൻ പറയുന്നത് പിണറായി വിജയനാണെങ്കിലും മുഖ്യമന്ത്രി പിണറായി വിജയനാണെങ്കിലും അതുപോലെ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനായാലും എന്തുകൊണ്ട് ADGP അജിത് കുമാർ RSSുമായിട്ടുള്ള ഈ
ഒരു RSSലെ ഒരു പ്രധാനപ്പെട്ട മേധാവിയെ കാണാൻ പോയി. ആ കൂടിക്കാഴ്ചയെക്കുറിച്ച് 16 മാസമായിട്ട് ഇൻഫർമേഷൻ ഉണ്ടായിട്ട് എന്തുകൊണ്ട് നടപടിയെടുത്തില്ല? തുടർന്നും അദ്ദേഹത്തിന് തന്നെ ക്രമസമാധാന ചുമതല കൊടുക്കുന്നു. തുടർന്നും അദ്ദേഹം വീണ്ടും അത്തരം കൂടിക്കാഴ്ചകൾ ആവർത്തിക്കുന്നു. അദ്ദേഹത്തിന് മുമ്പിൽ നിശബ്ദമായി മുഖ്യമന്ത്രി നിൽക്കുന്നു. അദ്ദേഹത്തിന് മുമ്പിൽ നിശബ്ദമായി CPM എന്നൊരു പാർട്ടി നിൽക്കുന്നു. നിങ്ങൾ പൊതുസമൂഹത്തിനോട് ആൻസർ പറയണം. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പ്രശ്നമാണ്. RSSനെതിരായിട്ട് BJPക്കെതിരായിട്ട് അതിശക്തമായ രാഷ്ട്രീയം പറയുന്ന പ്രസ്ഥാനമാണ് CPM. അങ്ങനെ നിങ്ങളെ വിശ്വസിച്ച അണികളായിട്ട് ആയിരങ്ങളും പതിനായിരങ്ങളും ലക്ഷങ്ങളും കോടികളും ആ കൊടിക്കീഴിക്ക് താഴെ അണിനിരന്നിട്ടുണ്ട്. അവർ രക്തസാക്ഷികളായിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കൊടുക്കൽ വാങ്ങലുണ്ടോ എന്നൊരു സംശയം പൊതുജനത്തിനുണ്ടെങ്കിൽ അതിനെ ദൂരീകരിക്കാനുള്ള രാഷ്ട്രീയ ബാധ്യതയും ഉത്തരവാദിത്വവും CPMന്റെ സംസ്ഥാന സെക്രട്ടറിക്കുമുണ്ട്, മുഖ്യമന്ത്രി പിണറായി വിജയനുമുണ്ട്. നിങ്ങൾ മറുപടി പറയണമെന്നാണ് എൻ്റെ അഭിപ്രായം. ക്രമസമാധാനത്തിന്റെ ചുമതലയുള്ള ADGP RSS നേതാക്കളുമായി നടത്തിയ കൂടിക്കാഴ്ച വിശദീകരിക്കേണ്ടതുണ്ടോ എന്നാണ് ചോദ്യം. വിശദീകരിക്കേണ്ടതുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ പക്ഷം. എന്തുകൊണ്ടെന്നാൽ 2 പ്രധാനപ്പെട്ട വിഷയങ്ങൾ നമ്മുടെ മുന്നിൽ രാഷ്ട്രീയ വിശദീകരണം കാത്തു നിൽക്കുകയാണ്. ഒന്ന്, PV അൻവർ ഉന്നയിച്ച ആരോപണങ്ങളും ആ ആരോപണങ്ങൾക്കുള്ള രാഷ്ട്രീയമായിട്ടുള്ള വിശദീകരണങ്ങളും ഇനിയും എത്തിയിട്ടില്ല. നമുക്ക് ലഭ്യമായിരിക്കുന്നതാവട്ടെ ഭരണപരമായ വിശദീകരണം മാത്രമാണ് എത്തിയിരിക്കുന്നതും ഭരണപരമായിട്ടുള്ള നടപടി മാത്രമാണ് ഈ അൻവർ ഉന്നയിച്ച ആരോപണത്തിൽ നിൽക്കുന്നതും. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട വിഷയം, ക്രമസമാധാനത്തിന് ചുമതലയുള്ള സംസ്ഥാനത്തെ മുഴുവൻ കേസുകളുടെ കാര്യത്തിലും ആദ്യന്തം അറിവുള്ള ഒരു ADGP സംസ്ഥാനത്തിൻ്റെ വളരെ നിർണായകമായ പോസ്റ്റിലിരിക്കുന്ന ഘട്ടത്തിൽ ഔദ്യോഗിക വാഹനം ഉപേക്ഷിച്ച് സ്വകാര്യ കൂടിക്കാഴ്ചയ്ക്ക് RSS മേധാവിക്കൊപ്പം പോയിരിക്കുന്നു എന്നുള്ളതാണ്. അതിലും രാഷ്ട്രീയ വിശദീകരണം വേണം. ഇത് രണ്ടിലും രാഷ്ട്രീയ വിശദീകരണം വേണമെന്ന് പറയാനുള്ള കാരണം, PV അൻവർ തുറന്നു വിട്ടിരിക്കുന്ന ഭൂതത്തെ നമ്മളൊന്ന് ഡീകോഡ് ചെയ്യുകയാണെങ്കിൽ എന്താണ് യഥാർത്ഥത്തിൽ PV അൻവർ പറയാൻ ഉദ്ദേശിച്ചത്? PV അൻവർ പറയാൻ ഉദ്ദേശിച്ചത് കേരളത്തിലെ CPMലെ അണികളും പ്രാദേശിക നേതാക്കളും ഒരുപക്ഷെ ജില്ലാ സംസ്ഥാന നേതാക്കളും അടക്കം പറയുന്നതുമായ വിഷയമാണ്. എന്തെന്നാൽ കേരളത്തിലെ ആഭ്യന്തര വകുപ്പിനെയും പോലീസിനെയും ഇങ്ങനെ കൈയിഴിച്ചു വിടുക സാധ്യമാണോ? കെട്ടിഴിച്ചു വിടുക സാധ്യമാണോ? അവിടെ ഒരു സ്വതന്ത്ര ഭരണം പോലീസിന് കൊടുക്കുന്നു എന്നതായിരുന്നു ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് നളിനി നെറ്റോ ഒക്കെ ഇരിക്കുന്ന സമയത്ത് മുതലുള്ള ഒരു പ്രധാനപ്പെട്ട രീതി. അത് മുൻകാല കമ്മ്യൂണിസ്റ്റ് സർക്കാരിൽ നിന്ന് വ്യത്യസ്തമായി നിങ്ങൾക്ക് ഒരു തരത്തിലുള്ള രാഷ്ട്രീയമായ താല്പര്യവുമില്ലാതെ ഇവിടെ പോലീസ് സ്റ്റേഷനുകൾ പ്രവർത്തിക്കുമെന്നുള്ളതാണ്. നിർഭാഗ്യവശാൽ അത് ഇടതുപക്ഷം പിന്തുടരുന്നൊരു രീതിക്കെതിരായിരുന്നു. സെൽഭരണം എന്ന പേരിൽ വലതുപക്ഷവും കോൺഗ്രസുമൊക്കെ അധിക്ഷേപിച്ചിട്ടുണ്ട് ഈ ഇടതുപക്ഷത്തിൻ്റെ പോലീസിൻ്റെ ഭരണത്തെ. പക്ഷേ അപ്പോഴൊക്കെ സാധാരണ നേതാക്കൾക്ക് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ജനകീയമായ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിൽ ഒരു തടസ്സവും ഉണ്ടായിരുന്നില്ല. ആ അവസ്ഥയ്ക്കാണ് ഇവിടെ മാറ്റമുണ്ടാവുന്നത്. ആ മാറ്റമുണ്ടാവുന്നതിൻ്റെ പ്രതിഫലനം പല തട്ടുകളിലായി നമ്മുടെ മുന്നിലുണ്ടായിരുന്നു. ആഭ്യന്തര വകുപ്പ് പ്രത്യേകിച്ച് ഉദ്യോഗസ്ഥരുടെ മാത്രം നിയന്ത്രണത്തിൽ പോവുകയും ഉദ്യോഗസ്ഥർ പറയുന്നത് മാത്രം മുഖ്യമന്ത്രി വിശദീകരിക്കുകയും ചെയ്ത് എത്രയെത്ര സന്ദർഭങ്ങളിലാണ് മുഖ്യമന്ത്രി പ്രതിസന്ധിയിലായത്? പ്രേക്ഷകർക്ക് ഓർമ്മയില്ലേ വയനാട്ടിൽ നടന്ന ഏറ്റുമുട്ടൽ കൊല? ആ ഏറ്റുമുട്ടൽ കൊലയിൽ ഒടുവിൽ അതിന് വിശദീകരണവുമായി മുഖ്യമന്ത്രി വന്നത് എങ്ങനെയാണ്? ആ വിശദീകരണം ഇന്ന് CPMലെ നേതാക്കളോ CPMലെ അണികളോ വിശ്വസിച്ചിട്ടുണ്ടോ? അലൻ താഹിയുമായി ബന്ധപ്പെട്ടുള്ള UAPA കേസ് ചാർജ് ചെയ്യാൻ വേണ്ടി ഉദ്യോഗസ്ഥൻ പോകുന്നതും ഉദ്യോഗസ്ഥൻ കൊടുക്കുന്ന വിശദീകരണവും കേരളത്തിലെ CPMലെ അണികൾ വിശ്വസിച്ചിട്ടുണ്ടോ? ഈ കാലഘട്ടത്തിൽ വിശ്വസിച്ചിട്ടില്ല. മുഖ്യമന്ത്രി കൊടുത്ത വിശദീകരണം അവർ ചായ കുടിക്കാൻ പോയ നിഷ്കളങ്കരായ കുട്ടികളല്ല എന്നുള്ളതാണ്. ഒടുവിൽ സുപ്രീം കോടതി അത് മുഴുവൻ പൊളിച്ചടുക്കി കൈ കൊടുക്കുമ്പോൾ ഇന്ന് വീണ്ടും ആ കേസ് തിരിച്ചെടുക്കാനാവാത്ത വിധത്തിൽ സർക്കാർ പ്രതിസന്ധിയിലായത് ഇതേപോലൊരു ഉദ്യോഗസ്ഥന്റെ വാക്ക് കേട്ടാണ് എന്നത് ഓർമ്മിക്കണം. കരുളായി, പ്രേക്ഷകർക്ക് ഓർമ്മയുണ്ടല്ലോ, കരുളായിയിലെ ഏറ്റുമുട്ടൽ കൊല വളരെ ചെറിയ ഉപകരണങ്ങളുമായി മാത്രം അവിടെ തമ്പടിച്ചിരുന്നൊരു വിഭാഗത്തെ, നക്സലേറ്റ് വിഭാഗത്തിൽപ്പെട്ടവരെ, മാവോയിസ്റ്റ് വിഭാഗത്തിൽപ്പെട്ടവരെ അന്ന് പോലീസ് ഏറ്റുമുട്ടൽ കൊലയിലൂടെ കൊലപ്പെടുത്തുമ്പോൾ അന്ന് മുഖ്യമന്ത്രി പറഞ്ഞതും അന്ന് CPIയുടെ വിശദീകരണവും പ്രേക്ഷകർ ഓർമ്മിക്കുന്നില്ലേ? കാനം രാജേന്ദ്രൻ അത് അംഗീകരിച്ചിരുന്നോ? CPIയിലെ അണികൾ അംഗീകരിച്ചിരുന്നോ? CPMലെ ആളുകൾ അത് അംഗീകരിച്ചിരുന്നോ? എത്രയെത്ര സാഹചര്യങ്ങളാണ് കസ്റ്റഡി കൊലപാതകങ്ങൾ അടക്കം നമ്മളുടെ പൊതുസമൂഹത്തിൻ്റെ മധ്യത്തിൽ വരുമ്പോൾ പോലീസ് സേനയുടെ ആത്മവീര്യത്തെ, മൊറൈലിനെ അത് തടസ്സപ്പെടുത്തുന്നു എന്നതാണ് മുഖ്യമന്ത്രി സ്വീകരിച്ചിരുന്ന നിലപാട്. നോക്കൂ, പോലീസ് സേനയുടെ മൊറൈൽ എന്നുള്ളത് തന്നെ ഇടതുപക്ഷം സ്വീകരിക്കുന്നൊരു നിലപാടേ ആയിരുന്നില്ല. അതെങ്ങനെയാണ് CPMന് അങ്ങനെ ഒരു നിലപാടിലേക്ക് മാറാൻ സാധിച്ചത്? പ്രധാനപ്പെട്ട ചോദ്യമല്ലേ? ഇതാണ് PV അൻവർ ഉയർത്തിയ ഒരു രാഷ്ട്രീയ ചോദ്യം. അതിൻ്റെ ഭാഗമായി സ്വാഭാവികമായും ഇങ്ങനെ കെട്ടഴിച്ചു വിടുമ്പോൾ ഉദ്യോഗസ്ഥർ ദുഷ്ഭരണത്തിലേക്ക് പോവുകയും അത് മനുഷ്യാവകാശ ലംഘനങ്ങൾ മാത്രമല്ല ഒരു ക്രിമിനൽ സിൻഡിക്കേറ്റ്
സൃഷ്ടിക്കുകയും ചെയ്യുന്നു എന്നതായിരുന്നു PV അൻവർ ഉന്നയിച്ച രാഷ്ട്രീയമായ വിഷയം. ആ രാഷ്ട്രീയമായ വിഷയത്തെ CPM അഡ്രസ് ചെയ്തിട്ടില്ല. പകരം എന്ത് ചെയ്തു? പൊതുഭരണ വകുപ്പിൽ ADGP കുറ്റക്കാരനാണോ എന്നത് മാത്രം വിശദീകരിക്കാൻ വേണ്ടി ഒരു അന്വേഷണ സംഘത്തെ വെച്ചു. അതായിരുന്നില്ല പാർട്ടി ചെയ്യേണ്ടിയിരുന്നതാണ് ഒരു ടേക്ക്. അതേപോലെയാണ് രണ്ടാമത്തെ ഈ വിഷയം, കൂടിക്കാഴ്ചയുടെ വിഷയത്തിലും രാഷ്ട്രീയമായൊരു വിശദീകരണം ഇനിവരെയും എത്തിയിട്ടില്ല. നമ്മൾ ആ വിശദീകരണമാണ് സെക്രട്ടറിയോട് ചോദിച്ചത്. സെക്രട്ടറി എന്താ പറഞ്ഞത്? ADGP RSS നേതാവുമായി കൂടിക്കാഴ്ച നടത്തിയാൽ പാർട്ടിക്ക് എന്താണ് എന്ന്. പ്രേക്ഷകരെ, നേരത്തെ ഉണ്ണി ബാലകൃഷ്ണൻ സൂചിപ്പിച്ച മുഖ്യമന്ത്രിയുടെ സെൻകുമാറുമായി ബന്ധപ്പെട്ട് നിയമസഭയിൽ നടത്തിയ പ്രസംഗമുണ്ടല്ലോ, 2017 ഫെബ്രുവരി മാസം 28-ാം തീയതി നടത്തിയ പ്രസംഗത്തിൽ പറയുന്നൊരു വാചകം ഇങ്ങനെയല്ലേ: സെൻകുമാർ പഴയ പിടിയിലല്ല കേട്ടോ, വിട്ടുപോയി, ഇപ്പോൾ ഇങ്ങോട്ടായി പിടുത്തം, അത് ഓർമ്മ വേണം, പഴയ നില തന്നെ സെൻകുമാർ സ്വീകരിക്കുന്നതാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്നു, ഈ സംസ്ഥാനത്തെ DGP സ്ഥാനത്തിരിക്കുന്ന ഒരാളാണ് എന്ന നിലയിലല്ല അദ്ദേഹം സംസാരിക്കുന്നതും പ്രവർത്തിക്കുന്നതും. പ്രിയപ്പെട്ട മുഖ്യമന്ത്രി, ഇന്ന് അങ്ങയുടെ ആഭ്യന്തര വകുപ്പിലെ ഏറ്റവും സുപ്രധാനമായ ADGP ചുമതല വഹിക്കുന്ന MR അജിത് കുമാർ ഒന്നല്ല 2 തവണയാണ് RSSന്റെ ജനറൽ സെക്രട്ടറിയെയും ഒപ്പം നേതാവിനെയും കാണാൻ പോയത്. ഒന്ന് 2023 ഈ മാസം 22-ാം തീയതി പാറമേക്കാവിൽ വെച്ച്, മറ്റൊന്ന് 2023 ഡിസംബർ മാസത്തിൽ കോവളത്ത് വെച്ച്. ഈ 2 കൂടിക്കാഴ്ചയും കേവലം ഒരു സിവിൽ സർവീസ് ഉദ്യോഗസ്ഥർ നടത്തിയ സ്വകാര്യ കൂടിക്കാഴ്ച എന്നല്ലേ ADGPയുടെ ഇന്റലിജൻസ് റിപ്പോർട്ട് വന്നത്? എന്താ സ്പെഷ്യൽ ബ്രാഞ്ച് കൊടുത്തിരിക്കുന്ന റിപ്പോർട്ട്? ഇൻഫോർമൽ പേഴ്സണൽ എന്നാണ് നമുക്ക് സോഴ്സിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇൻഫോർമൽ പേഴ്സണൽ എന്നാണ് കൊടുത്തിരിക്കുന്ന വിശദീകരണം. അത് ഇൻഫോർമൽ ആണ് എന്ന് CPM വിശദീകരിക്കുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ പ്രകാശ് ജാവദേക്കർ എന്ന പ്രഭാരി LDF കൺവീനറായിരുന്ന EP ജയരാജന്റെ വീട്ടിലേക്ക് വന്നല്ലേ അന്ന് കൂടിക്കാഴ്ച നടത്തിയത്? അത് ഇൻഫോർമൽ പേഴ്സണൽ അല്ലേ സാർ? ആ ഇൻഫോർമൽ പേഴ്സണലായ കൂടിക്കാഴ്ച പാർട്ടിക്ക് എന്താ വിശദീകരിക്കേണ്ടി വന്നില്ലേ? പാർട്ടിക്ക് അത് അംഗീകരിക്കാൻ കഴിയുമായിരുന്നു. താങ്കൾ തന്നെ പറഞ്ഞത് എന്താ? ശിവനും പാപിയും തമ്മിലുള്ള ഒരു ഉപമ താങ്കൾ തന്നെ പറഞ്ഞില്ലേ മുഖ്യമന്ത്രി? അതെങ്ങനെയാണ് ADGPയുടെ കാര്യത്തിൽ ബാധകമല്ലാതായി തീരുന്നത്? ഇൻഫോർമൽ പേഴ്സണൽ എന്നുള്ളത് ADGPക്ക് ബാധകമാവുകയും ഇൻഫോർമൽ പേഴ്സണൽ എന്നുള്ളത് EP ജയരാജന് ബാധകമല്ലാതിരിക്കുകയും ചെയ്യുന്ന ഒരു അസാധാരണ സ്ഥിതിവിശേഷത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. മാത്രവുമല്ല, CPM-ഉം BJP-യും തമ്മിലുള്ള ബന്ധമുണ്ടെന്ന് പ്രതിപക്ഷം നാഴികയ്ക്ക് 40 വട്ടം ആരോപിക്കുമ്പോൾ, തൃശ്ശൂർ പൂരം അടക്കം കലക്കാൻ വേണ്ടി പോലീസിലെ ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ ശ്രമിച്ചു എന്ന ആരോപണം നിലവിലിരിക്കുമ്പോൾ, ഇത്തരമൊരു കൂടിക്കാഴ്ചയെ സംബന്ധിച്ചുള്ള സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ റിപ്പോർട്ട് വന്നാൽ ആ വിഷയത്തിൽ രാഷ്ട്രീയ വിശദീകരണം കൂടി നടത്തേണ്ടതല്ലേ? ആ വിഷയത്തിൽ ADGPയോട് ആരായേണ്ടതല്ലേ? അത് ആരായാൻ ശ്രമിച്ചോ? അത് പാർട്ടിയിലെ അണികൾക്ക് ബോധ്യപ്പെട്ടോ? ഇപ്പോഴും അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അപ്പോൾ ഈ വിഷയം ഒരു രാഷ്ട്രീയ വിഷയമായി കൂടിയാണ് നമ്മൾ ചൂണ്ടിക്കാണിക്കുന്നത്. അത് കേവലം നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഒരു ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിന്റെ അവകാശം ഉപയോഗിച്ച് നടത്തിയ ഒരു സ്വകാര്യ കൂടിക്കാഴ്ച എന്ന നിലയിലല്ല നമ്മളത് വിശദീകരിക്കുന്നത്. എന്നാൽ അതേസമയം തന്നെ 2024 ഏപ്രിൽ മാസം 19-ാം തീയതി നടക്കാൻ പോകുന്ന പൂരം മുടക്കാൻ 2023 മെയ് മാസം 23-ാം തീയതി കൂടിക്കാഴ്ച നടത്തി എന്നുള്ളത് അസംബന്ധമാണ് എന്ന് തന്നെ നമ്മൾ പറയേണ്ടി വരും. കാര്യം അങ്ങനെ ഒരു കൂടിക്കാഴ്ച കൊണ്ട് 2024 പൂരം കലക്കാൻ കഴിയില്ല. പക്ഷേ ആ കൂടിക്കാഴ്ച നിർണായകമാണ്. ആ കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ആരായുകയും അത് പാർട്ടി അണികളുടെ മുന്നിൽ ഒപ്പം പൊതുസമൂഹത്തിന് മുന്നിൽ വയ്ക്കുകയും ചെയ്യേണ്ടതാണ്. കാരണം നാഴികയ്ക്ക് 40 വട്ടം സംഘപരിവാർ രാഷ്ട്രീയത്തിനെതിരെ സംസാരിക്കുന്ന ഒരു പാർട്ടിയെ സംബന്ധിച്ചത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു കാര്യം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഇന്ന് മുരളീധരൻ നമുക്ക് നൽകിയ അഭിമുഖത്തിൽ പറയുന്നൊരു വാചകമുണ്ട്: കേരളത്തിൽ പോലീസ് സേനയിലുള്ള സംഘവൽക്കരണം തുടങ്ങിവെച്ച മുഖ്യമന്ത്രി എന്ന നിലയിൽ പിണറായി വിജയൻ അറിയപ്പെടുമെന്ന്. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നില്ലെങ്കിൽ കൂടി, പക്ഷേ മുഖ്യമന്ത്രി അമിതമായി ഉദ്യോഗസ്ഥരെ വിശ്വസിക്കുക വഴി, അതിൽ രാഷ്ട്രീയ നിയന്ത്രണം ഒഴിവാക്കുക വഴി, സ്വതന്ത്ര ഭരണം പോലീസിന് കൊടുക്കുക വഴി, ഉദ്യോഗസ്ഥരിലെ കരിയർ പ്രൊഫഷണലിസ്റ്റുകളിൽ അമിതമായി നിങ്ങൾ വിശ്വസിക്കുക വഴി, അത് ആത്യന്തികമായി ചെന്ന് എത്തി നിൽക്കുന്നത് പേഴ്സണൽ മന്ത്രാലയത്തിൽ പിടിപാടുള്ള കേന്ദ്രത്തിലേക്കും ആ കേന്ദ്രത്തെ നിയന്ത്രിച്ചു നിർത്തുന്ന പ്രത്യയശാസ്ത്ര രൂപമായ RSSന്റെ സ്വാധീനത്തിലുമാണ്. അതുകൊണ്ടാണ് ഇവിടെ പലയിടങ്ങളിലും പല സാഹചര്യങ്ങളിലും മനുഷ്യത്വ വിരുദ്ധമായ നടപടികൾ പോലീസ് സ്റ്റേഷനുകളിൽ നിന്നുണ്ടാകുമ്പോൾ മുഖ്യമന്ത്രിക്ക് പൊതുജനങ്ങളുടെ പക്ഷത്ത്, സാമൂഹിക പക്ഷത്ത്, കമ്മ്യൂണിസ്റ്റ് പക്ഷത്ത് നിലയുറപ്പിക്കാൻ കഴിയാതെ വരികയും പോലീസിലെ ഉദ്യോഗസ്ഥ വാക്കുകൾക്ക് കീഴ്പ്പെട്ടുകൊണ്ട് നിയമസഭയിലടക്കം വിശദീകരണം നൽകേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാവുന്നത്. അതുകൊണ്ട് ഞാൻ കണക്കാക്കുന്നത് PV അൻവർ ഉന്നയിച്ചിരിക്കുന്ന ആരോപണത്തിലും ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ADGP RSS കൂടിക്കാഴ്ചയിലും വേണ്ടത് രാഷ്ട്രീയമായ വിശദീകരണമാണ്. ആ രാഷ്ട്രീയ വിശദീകരണം നിർഭാഗ്യവശാൽ പാർട്ടി സെക്രട്ടറിക്ക് ഇതുവരെയും നൽകാൻ സാധിച്ചിട്ടില്ല. നൽകേണ്ടതും പൊതുസമൂഹം കാത്തിരിക്കുന്നതും അത്തരം ഒരു വിശദീകരണത്തിലാണ്. ചുരുങ്ങിയ പക്ഷം സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ റിപ്പോർട്ട് അനുസരിച്ച് അങ്ങനെ ഒരു കൂടിക്കാഴ്ച നടന്നോ, അതെന്തിനു വേണ്ടി എന്നുള്ളത് വിശദീകരിക്കാൻ ആവശ്യപ്പെട്ടോ എന്നതെങ്കിലും നമ്മൾക്ക് അറിയേണ്ടതുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഈ കൂടിക്കാഴ്ച ഏതെങ്കിലും ഒരു തരത്തിൽ ഉദ്യോഗസ്ഥന്റെ ഒരു സ്വകാര്യ സന്ദർശനമായി മാത്രം കാണുക സാധ്യമല്ല എന്നതാണ് എൻ്റെ ടേക്ക്. കൂടിക്കാഴ്ച വിശദീകരിക്കേണ്ടേ എന്ന ചോദ്യത്തിന് കൂടിക്കാഴ്ച വിശദീകരിക്കണം എന്നു തന്നെയാണ് എൻ്റെ അഭിപ്രായം. ആന്റോ അഗസ്റ്റിൻ.
അരുൺ 2023 ഫെബ്രുവരി മെയ് മാസം 22-ാം തീയതിയാണ് ജോസഫുള്ളയായിട്ടുള്ള മീറ്റിംഗ് ADGP നടത്തിയെന്ന് പറയുന്നത്. അതിനുശേഷം ഒരു വർഷം കഴിഞ്ഞ് 2024 ഏപ്രിൽ മാസത്തിലാണ് ഈ പറഞ്ഞ പൂരം നടക്കുന്നത്. അപ്പോൾ ആ പൂരം നടക്കുമ്പോൾ ഏകദേശം ഒരു വർഷത്തിലധികമുള്ള ഗ്യാപ്പ് ഈ പറഞ്ഞ പൂരമൊന്നും വില സംവിധാനത്തിലുണ്ടല്ലോ. അപ്പം ഈ പറഞ്ഞ പൂരം കലക്കി അല്ലെങ്കിൽ പൂരത്തിന് വേണ്ടിയിട്ടോ RSSന് വേണ്ടിയിട്ടോ BJPക്ക് വേണ്ടിയിട്ടോ സുരേഷ് ഗോപിയുടെ വിജയത്തിന് വേണ്ടിയിട്ടോ ADGP പ്രവർത്തിച്ചു എന്നുള്ളതാണല്ലോ അൻവറും ഈ പറഞ്ഞ പ്രതിപക്ഷ നേതാവ് ആരോപിച്ച ആരോപണം. ഇന്ന് സുനിൽകുമാർ ഇന്നത്തെ മീറ്റിങ്ങിലും 2 ദിവസം മുൻപത്തെ മീറ്റിങ്ങിലും പത്രസമ്മേളനത്തിലൊക്കെ പറയുന്നത് എന്താണ്, ഈ പറഞ്ഞ പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തിയിട്ട് അതിൻ്റെ റിപ്പോർട്ട് മുഖ്യമന്ത്രിയുടെ മേശപ്പുറത്തുണ്ട്, അല്ലെങ്കിൽ സർക്കാരിൻ്റെ മേശപ്പുറത്ത് വെച്ചിട്ടുണ്ട്, അത് പുറത്തു വിടണം എന്നാണല്ലോ പറഞ്ഞത്. ഈ പറഞ്ഞ അന്വേഷണം നടത്തിയതാരാ? ഈ അന്വേഷണം നടത്തിയ MR അജിത് കുമാറാണ്. അപ്പോൾ MR അജിത് കുമാർ, ഈ ആരോപണ വിധേയനായി നിൽക്കുന്ന അല്ലെങ്കിൽ ആരോപണം നേരിട്ടുകൊണ്ടിരിക്കുന്ന MR അജിത് കുമാർ ഈ അന്വേഷണം നടത്തി, ആ അന്വേഷണം ഈ പറഞ്ഞ മുഖ്യമന്ത്രിയുടെയോ അല്ലെങ്കിൽ സർക്കാരിൻ്റെയോ മുമ്പിലുണ്ടെങ്കിൽ ആ അന്വേഷണ റിപ്പോർട്ട് പുറത്തു വിട്ടിട്ട് എന്ത് കാര്യം ഉണ്ടാവുക? നോർമലി ചിന്തിച്ചാൽ പോരെ. ഈ കാര്യമാണ് ഈ 3-4 ദിവസമായിട്ട് PV അൻവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുമാത്രമല്ല, ഈ പറഞ്ഞ തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ടതിലാണല്ലോ ഈ പറഞ്ഞ ഇഷ്യൂസുകളെല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ പറഞ്ഞ MR അജിത് കുമാർ ഈ RS നേതാക്കന്മാരുമായി കൂടിക്കാഴ്ച നടത്തി. ആ കൂടിക്കാഴ്ച നടത്തിയതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ഈ സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടാക്കി ഈ DGPൻ്റെയിലും ഇൻ്റലിജൻസ് മേധാവിയുടെയിലും ആഭ്യന്തര വകുപ്പിൻ്റെ മയിലും കൊടുത്തിട്ടുണ്ടല്ലോ. ഈ പറഞ്ഞ കൊടുത്ത റിപ്പോർട്ടുകൾ ഈ പറഞ്ഞ ഇത്രയും നാളുകളായി ഈ പറഞ്ഞ 3-4 ദിവസമായി എല്ലാ പ്രതിപക്ഷം ഉന്നയിക്കുന്നുണ്ട്, ഈ പറഞ്ഞ അൻവർ ഉന്നയിക്കുന്നുണ്ട്. ഇത് എന്തുകൊണ്ട് സർക്കാരിന് വിശദീകരിക്കാൻ പറ്റുന്നില്ല? സർക്കാർ എന്ന് പറയുന്ന സംവിധാനം സർവ്വസ്വതന്ത്രമായിട്ട് സേന പ്രവർത്തിച്ചോട്ടെ എന്ന് വിചാരിച്ചാൽ ആരാണ് ഇതിനെ നിയന്ത്രിക്കുക? ഈ നിയന്ത്രിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഈ സെൻകുമാർ പ്രവർത്തിക്കുന്നില്ല എന്ന് തന്നെയാണല്ലോ നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ നിയമസഭയിലെ സെൻകുമാറിൻ്റെ വിഷയത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിലല്ല കേട്ടോ എന്ന് പറയുന്നത് എന്താണ്? പ്രതിപക്ഷത്തിന് കോൺഗ്രസിൻ്റെ ഭാഗമായിട്ടല്ല സെൻകുമാർ സംസാരിക്കുന്നതെന്നാണ് പറയുന്നത്. ആ സമയത്ത് അത് BJPക്ക് വേണ്ടി, പിന്നീട് അത് BJPയിലേക്ക് അദ്ദേഹം പോവുകയും അത് തെളിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ഉണ്ണിബാലകൃഷ്ണൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു DGP പോസ്റ്റിലിരുന്ന ഒരാളെ മുഖ്യമന്ത്രി എങ്ങനെ സൈഡ് ലൈൻ ചെയ്തു എന്നും എവിടെയാണ് കൊണ്ടുയിരുത്തിയെന്നും തച്ചങ്കരിനെ അതിൻ്റെ ചാർജ് കൊടുത്ത് അല്ല അതിൻ്റെ മേലെ ഒരു സൂപ്പർ DGP ആയി വെച്ച് കേരളത്തെ ഭരിച്ചതൊക്കെ നമുക്കറിയാവുന്ന കാര്യമല്ലേ. എന്താണ് കാരണം? ഈ RSSുമായി ബന്ധപ്പെട്ട് തന്നെയല്ലേ. ഈ കാര്യങ്ങളെല്ലാം അറിയാത്ത ആളാണോ ശരിക്കും പറഞ്ഞാൽ ADG അജിത് കുമാർ? ഇങ്ങനെയുള്ള സംവിധാനം ഞാൻ വിചാരിക്കുന്നത് ഇനി വരുന്ന DGP പോസ്റ്റ് ഒരു വർഷം കഴിഞ്ഞ DGP പോസ്റ്റ് വരികയാണ്. ഇപ്പോൾ DGP പോസ്റ്റ് എന്ന് പറയുന്നത് DGPൻ്റെ പോസ്റ്റിൻ്റെ പ്രത്യേകത എന്താണ്? കേന്ദ്രത്തിൻ്റെ അനുമതിയോട് കൂടിയിട്ട് മാത്രമേ ഒരു DGPക്ക് അവിടെ DGP പോസ്റ്റിലേക്ക് വരാൻ പറ്റുള്ളൂ. അപ്പം അതിൻ്റെ ഒരു സംവിധാനത്തിൻ്റെ ഭാഗമായിട്ടെങ്കിലും കൂടെ ഈ പറഞ്ഞ അജിത് കുമാർ പ്രവർത്തിക്കേണ്ടി വന്നിരിക്കാം എന്നുള്ളതാണ്. കാരണം അല്ലാതെ ഞാൻ വിചാരിക്കുന്നത് ഒരു കാരണവശാലും ഈ കേരളത്തിലെ പോലെ ഒരു CPMനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തിട്ടോ അല്ലെങ്കിൽ മുഖ്യമന്ത്രി അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തിട്ടോ അതിൻ്റെ ഒരു പാലമായി നിൽക്കുമെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. അതുകൊണ്ടാണ് ഈ PV അൻവർ 3-4 ദിവസമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ്, നിങ്ങളിതിനെ മുഖ്യമന്ത്രിയിലേക്ക് വലിച്ചു കെട്ടേണ്ടതല്ല. ഒരു ഉദ്യോഗസ്ഥൻ ചെയ്ത കാര്യത്തിന് നിങ്ങൾ മുഖ്യമന്ത്രിയിലേക്ക് ഇതിനെ വലിച്ചു കെട്ടേണ്ട കാര്യമില്ല. കാരണം അദ്ദേഹത്തിൻ്റെ സ്വന്തമായ ആവശ്യങ്ങളായിരിക്കാം, അല്ല അദ്ദേഹത്തിൻ്റെ ആവശ്യങ്ങൾ നേരിടാൻ വേണ്ടിയിട്ടായിരിക്കാം ഈ പറഞ്ഞ RSS നേതാക്കന്മാരെ പുറത്തേക്ക് പോയതെങ്കിലോ. കാരണം അങ്ങനെ ഒരു സംവിധാനം വരാൻ പോവുകയാണല്ലോ. DGP പോസ്റ്റ് എന്ന് പറയുന്നത് കഴിഞ്ഞ് ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴത്തെ DGPക്ക് ഒരു വർഷം കൂടെ നീട്ടിക്കൊടുത്തുകൊണ്ടാണ്. നീട്ടിക്കൊടുത്തില്ലായിരുന്നെങ്കിൽ ഈ RSS നേതാക്കന്മാരെ കണ്ട ഉടനെ തന്നെ ഈ പറഞ്ഞ DGP പോസ്റ്റ് ഒഴിവന്നേനെ. ആ സ്ഥലത്തേക്ക് മാറ്റി പോസ്റ്റിംഗ് ചോദിക്കാൻ പറ്റില്ലായിരുന്നോ? പക്ഷേ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്നറിയോ, ഈ പറഞ്ഞ MR അജിത് കുമാറിന് RSSൻ്റെയും BJPയുടെയും നേതാക്കന്മാരുമായിട്ട് നല്ല ബന്ധമാണെന്ന് ആർക്കും ഒരു സംശയമില്ലല്ലോ. അല്ലെങ്കിൽ ഈ ഔദ്യോഗികമായ വാഹനം ഈ പറഞ്ഞ ഹോട്ടലിൽ നിർത്തിയിട്ടിട്ട് ഈ പറഞ്ഞ സ്ഥലത്തേക്ക് പോകേണ്ട കാര്യം എന്തിരിക്കുന്നു? ഒരു കാര്യമില്ല. കാരണം അങ്ങനെയാണെങ്കിൽ ഒരു DGP ആണല്ലോ, ക്രമസമാധാന ചുമതല വഹിക്കുന്ന ഒരാളല്ലേ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ ക്രമസമാധാന ചുമതല വഹിക്കുന്ന ആൾക്കാർക്ക് എത്ര ത്രെട്ട് ഉണ്ടാവും? നമ്മൾക്ക് എന്തിനാണ് ഈ DGPൻ്റെ മുൻപിലും ADGPൻ്റെ മുമ്പിലും പുറകിലൊക്കെ പോലീസ് ചീഫിൻ്റെ എസ്കോർട്ട് കൊടുക്കുന്നത്? കാരണം അവർക്ക് ത്രെട്ട് ഉണ്ടാവില്ലേ? ഇത് ഏത് ത്രെട്ടിനെ ഓർത്ത്? അപ്പം നമ്മൾ ഈ ത്രെട്ട് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഈ പറഞ്ഞ ഇവരോട് ഔദ്യോഗിക വാഹനം യൂസ് ചെയ്യണം, നിങ്ങൾ ഈ പറഞ്ഞ മുന്നിലും പുറകിലൊക്കെ ഏത് സമയത്ത് നമ്മൾ കണ്ടിട്ടുള്ളത്? നമ്മൾ ഈ വയനാട് ദുരന്ത സമയത്ത് വരുന്ന സമയത്തും ADGP അജിത് കുമാർ വരുന്നത് അരുണും നമ്മളൊക്കെ കണ്ടതല്ലേ. ആ സമയത്ത് എത്ര പോലീസുകാർ ADGPൻ്റെ കൂടെ ഉണ്ടായിരുന്നു? 100 പോലീസുകാരാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് നടന്നിട്ടുള്ളത്. അപ്പോൾ ആ സ്ഥലത്താണ് ഇപ്പോൾ എന്ത് സംഭവിച്ചിരിക്കുന്നത്? ഒരു സ്വകാര്യ കാറിൽ നമ്മുടെ ഔദ്യോഗിക വാഹനവും പോലീസും സംവിധാനവും എസ്കോർട്ടും ഈ പറഞ്ഞ ഗൺമാനെയും ഒക്കെ ഒരു സ്ഥലത്ത് നിർത്തിയിട്ട് ഒരു സാധാരണ ആളുടെ കൂടെ
ആരുടെ ഒരു സാധാരണ RSS പ്രവർത്തകരുടെ കൂടെ ഈ പറഞ്ഞ MR അജിത് കുമാർ കയറി വേറൊരു സ്ഥലത്ത് പോകുന്നു, അവിടെ സ്വകാര്യ സംഭാഷണം നടന്നു, തിരിച്ച് ഈ ഹോട്ടലിൽ വരുന്നു, ഈ പറഞ്ഞ എല്ലാ സംവിധാനങ്ങളുമായി പോകുന്നു. അപ്പോൾ അതിനൊരു ഒളിവില്ലേ, അതിനൊരു മറവില്ലേ? ഈ മറവ് ഉണ്ട് എന്തുകൊണ്ട് ഈ സർക്കാർ ഇങ്ങനെ സംഭവിച്ചു എന്ന് പറയുന്നതിൽ എന്താ തെറ്റുള്ളത്? അത് ഈ സർക്കാരിൻ്റെ ഭാഗമല്ല. ഞങ്ങൾ അത് ഇന്ന് ME ഗോവിന്ദ മാഷ് പറഞ്ഞതുപോലെ ഇത് പാർട്ടിയുടെ കാര്യമല്ല എന്ന് പറഞ്ഞൊഴിയല്ല. ഇങ്ങനെ ഒരു സംവിധാനം ഈ പറഞ്ഞ ഒരു സംവിധാനത്തിൽ നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഈ ഇങ്ങനെ പിന്നെ RSSന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ BJPക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഈ പറഞ്ഞ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധമായ പ്രവർത്തനങ്ങൾ നടക്കുന്ന ഒരു വിഭാഗം ഈ പറഞ്ഞ പോലീസിലുണ്ട് എന്നുള്ള കാര്യം എന്തുകൊണ്ട് ഈ പറഞ്ഞ പിന്നെ സർക്കാരും പോലീസും സർക്കാരും പാർട്ടിയും മുഖ്യമന്ത്രിയും മനസ്സിലാക്കിയിട്ട് അതിനെതിരെ പ്രവർത്തിക്കാൻ ഇറങ്ങുന്നില്ല? ഇത് ചൂണ്ടിക്കാട്ടാണല്ലോ അൻവർ ചെയ്തിട്ടുള്ളത്. എനിക്ക് അരുണിൻ്റെ രാവിലത്തെ ഡിബേറ്റിലാണ് എനിക്ക് തോന്നുന്നു PV അൻവർ ഈ പറഞ്ഞ ഞാൻ RSSുമായി ബന്ധപ്പെട്ട ഈ അജിത് കുമാർ ചർച്ച നടത്തിയതിൻ്റെ ഡീറ്റെയിൽ എനിക്കറിയാം, കുറച്ച് കഴിഞ്ഞ് പുറത്തു വിടും എന്ന് പറയുമ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞ് വിധി പുറത്തു വിട്ടു പുറത്തു വിട്ടു. അപ്പം അൻവറിൻ്റെ മനസ്സിൽ ഈ സാധനം കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് അൻവർ ഈ സ്ക്രീൻഷോട്ട് എടുത്ത് മുന്നിൽ കാണിച്ചിട്ട് പറയുന്നത്, ഇത് കണ്ടോ എനിക്ക് 9:25 കിട്ടിയതാണ്, അത് 9:53 കിട്ടിയതാണ്. അപ്പോൾ അതിന് ശേഷം 11:30 കൂടിയിട്ടാണ് VD സതീശൻ പത്രസമ്മേളനം നടത്തുന്നത് എന്ന് പറയുന്നത്. അപ്പം ഇതിൻ്റെ ഒരു അന്തർധാര ഉണ്ട് എന്നുള്ളതിനകത്തൊരു, പക്ഷേ ഞാൻ പറയുന്നത് ഈ പറഞ്ഞ പൂരൻ കലക്കിയതുമായി ബന്ധപ്പെട്ട കേസിൻ്റെ അന്വേഷണ റിപ്പോർട്ട് പുറത്തു വിട്ടിട്ട് കാര്യമില്ല. അതിനെന്തായിരിക്കും ഉണ്ടാവുക? എന്നെക്കുറിച്ച് ഞാനൊരു ആരോപണം നേരെയാണ്, ഞാൻ തന്നെ എന്നെക്കുറിച്ച് ഒരു അന്വേഷണ റിപ്പോർട്ട് പുറത്തുവിടാൻ പറ്റുമോ? പറ്റില്ല. അപ്പോൾ അതിനൊരു ബോഡീനെ ഒരു കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ടോ? ഈ പറഞ്ഞ PV അൻവർ കൊടുത്ത പരാതിയുടെ മേലിലാണല്ലോ ഈ അന്വേഷണ ടീമിനെ ഉണ്ടാക്കിയിട്ടുള്ളത്. ഈ അന്വേഷണ ടീമിൽ ഇതിൽ ഈ പറഞ്ഞ പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ട കാര്യമുണ്ടോ? കാര്യമില്ല. കാരണം ഇത് സെപ്പറേറ്റ് ആയിട്ട് തന്നെ അന്വേഷിക്കേണ്ടേ. ഈ സെപ്പറേറ്റ് ആയിട്ട് അന്വേഷിക്കാൻ ഒരു ടീമിനെ അനുസരിച്ച്. അതുമാത്രമല്ല, ഇനി എന്തെങ്കിലും ഇവർക്ക് ഇത് പുറത്തു വിടുമെന്ന് തോന്നുന്നുണ്ടോ? അജിത് കുമാറിനെതിരെ ആരോപണം നേരിട്ട് അത് പുറത്തു വിട്ടത് കാര്യമുണ്ടോ? അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഒരു സ്റ്റെപ്പും സർക്കാരിൻ്റെ ഭാഗത്ത് ഇതുവരെ എടുത്തിട്ടില്ല എന്നുള്ള ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ ഒരു സ്റ്റെപ്പ് സർക്കാർ എടുത്തിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളെ മുഴുവൻ വിശദീകരിക്കേണ്ടി വരും. എന്തുകൊണ്ട് ഇങ്ങനെ നടന്നു, ഈ പറഞ്ഞ ഇൻ്റലിജൻസ് റിപ്പോർട്ടിനെ കുറിച്ച് വിശദീകരിക്കേണ്ടി വരും, ഈ പറഞ്ഞ ഗൂഢാലോചനയെക്കുറിച്ച് വിശദീകരിക്കേണ്ടി വരും, ഈ DGP പോസ്റ്റിങ്ങിനെ കുറിച്ച് വിശദീകരിക്കേണ്ടി വരും. ഞാൻ വിശ്വസിക്കുന്നത് ചിലപ്പോൾ ഇതൊക്കെ അറിഞ്ഞുകൊണ്ടായിരിക്കും മുഖ്യമന്ത്രി ഈ പറഞ്ഞ ഇപ്പോഴത്തെ DGPക്ക് 1 വർഷം നീട്ടി കൊടുത്തിട്ടുണ്ടാവുക. ഇതൊന്നും നമുക്ക് പറയാൻ പറ്റില്ലല്ലോ, ഇവരുടെ മനസ്സിൽ എന്തായിരിക്കുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. ഇപ്പം ഞാൻ വിശ്വസിക്കുന്നത് ഈ പറഞ്ഞ MR അജിത് കുമാറിനെ മാറ്റുന്നതിന് ഒരു ബുദ്ധിമുട്ടുള്ള ആളല്ല മുഖ്യമന്ത്രി. അങ്ങനെ മുഖ്യമന്ത്രി മാറ്റിയിട്ടുള്ള ആളാണ് അല്ലേ? ഈ പറഞ്ഞ സ്വപ്ന സുരേഷുമായി ബന്ധപ്പെട്ട വിജിലൻസിൽ നിന്ന് മാറ്റി നിർത്തിയതല്ലേ? അത് കഴിഞ്ഞ് വലിയ പോസ്റ്റിലേക്ക് കൊണ്ടുവന്നെങ്കിൽ കൂടെ മാറ്റിയല്ലോ, മാറ്റാൻ പറ്റുന്ന ആളാണ്. പിന്നെ കേരളം ഭരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും മുഖ്യമന്ത്രിയും പാർട്ടിയും എല്ലാം ഒരു അജിത് കുമാറിൻ്റെ കാലിൻ്റെ ചോട്ടിൽ കീഴടങ്ങിയിരിക്കുന്നതൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. അവർക്ക് എപ്പോൾ വേണമെങ്കിലും ഇത് ചെയ്യാൻ പറ്റും. പക്ഷേ ഇതിനൊരു ഫോർമാലിറ്റിയും ഇതിൻ്റെ പല സംവിധാനങ്ങളുണ്ട്. ആ സമയത്തേക്ക് അതിൻ്റെ റിപ്പോർട്ട്. ഇപ്പം ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കിക്കോളൂ, ഈ പാർട്ടി അനുഭവിക്കുന്ന പ്രശ്നങ്ങളൊന്നും ഈ സർക്കാരുമായി ബന്ധപ്പെട്ടതല്ല. ഉദ്യോഗസ്ഥന്മാർ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവർ പാർട്ടി അതിലെല്ലാം എടുത്ത് തലയിൽ വെച്ചിട്ട് ഈ സാധനം ഇപ്പം 2 ദിവസം ചർച്ച എന്താ? MR അജിത് കുമാർ പിന്നെ RSS മേധാവികളെ കണ്ടത്, MR അജിത് കുമാർ ഈ പറഞ്ഞ പൂരം കലക്കിയത്, MR അജിത് കുമാറിനെ നിയന്ത്രിക്കുന്ന P ശശി, ഇതല്ലേ? അല്ലാതെ ഇതിനെയൊക്കെ പ്രശ്നം പിന്നെ പാർട്ടിക്കും. അപ്പം ഈ സത്യം പറഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? ഒരു ദിവസം മുന്നേ ഇദ്ദേഹത്തെ മാറ്റി നിർത്തി, ഇല്ലെങ്കിൽ തിരിച്ചു വരാമല്ലോ. ഈ പറഞ്ഞ ആരോപണങ്ങളൊന്നും തെളിയുന്നില്ലെങ്കിൽ 1 മാസം കഴിഞ്ഞിട്ട് 1.5 മാസം കഴിഞ്ഞോ തിരിച്ചു വരാമല്ലോ. ഈ പോസ്റ്റിൽ തന്നെ ഇരുന്ന് ഇനിയിപ്പോൾ ഇവർ ആരോപണം നേരിടാൻ പോകുന്നത് എന്തായിരിക്കും എന്ന് അറിയാറുണ്ട്. ഈ പറഞ്ഞ 1 മാസത്തെ അന്വേഷണം പൂർത്തീകരിച്ച് ഇതിൻ്റെ ഭാഗത്ത് കഴമ്പുണ്ട് എന്ന് പറഞ്ഞാൽ 2 വർഷം വരും. എന്താ വേർഷൻ? ഈ പറഞ്ഞ പോസ്റ്റിൽ അജിത് കുമാർ ഇരിക്കുകയാണ്, സ്വാധീനിച്ചു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കില്ലേ? ഈ പറഞ്ഞ അന്വേഷണത്തിന് എന്തെങ്കിലും വാല്യൂ അടുത്ത കാലത്ത് ഉണ്ടാവുമോ? അതിനേക്കാൾ എത്രയോ മര്യാദ കൂടി ചെയ്യാൻ പറ്റുന്ന കാര്യമുള്ളൂ. ഒരു 30 ദിവസം ലീവിൽ പോകാൻ പറഞ്ഞുകൂടെ? എന്ത് അല്ലെങ്കിൽ ഇതൊക്കെ ഒരു വാക്കിൽ തീരുന്ന കാര്യമുള്ളൂ. എന്തിനാണ് ഈ പറയുന്ന വലിയ ഇതെന്താണെന്നറിയോ? ആരെങ്കിലും ഒരു ആരോപണം ഉന്നയിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ പുറകെ പോയാൽ സർക്കാരിനെന്തോ കോട്ടം പറ്റിയ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഈ പറയുന്ന സംവിധാനമാണ്. അപ്പം ഇതെന്താ, ഇന്ന് നമ്മൾ ഒരു പരാതി പോലീസ് സ്റ്റേഷനിൽ കൊടുത്തല്ലോ, FIR ഇല്ല. എന്താ അറിയോ? അത് പറഞ്ഞതുകൊണ്ട് FIR ഇല്ല, അല്ലെങ്കിൽ ഇട്ടേനെ. അതുകൊണ്ടാണല്ലോ ഇന്ന് പിന്നെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ മേലെ മുകേഷിന് ജാമ്യം കൊടുത്തല്ലോ സെക്ഷൻസ് കോടതി. ഏത് 14 വർഷം മുൻപുള്ള കേസിനാണ് ജാമ്യം കൊടുത്തത്. ആ ജാമ്യം ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഹൈക്കോടതിനെ സമീപിക്കുക എന്ന് പറയുന്നത്. കൊടുത്ത ജാമ്യം ക്യാൻസൽ ചെയ്തത് 19 വർഷം മുന്നേ. ഇവിടെ ഒരു പരാതിയായിട്ട് പോയിട്ട് എത്ര 2 ദിവസമാകാൻ പോവാണ്, ഇതുവരെ തൊട്ടിട്ടില്ല. അപ്പോൾ ഇങ്ങനെയുള്ള സംവിധാനങ്ങൾ ഈ പറഞ്ഞ സർക്കാർ മനസ്സിലാക്കിയാൽ മാത്രമേ ഇതിനൊരു തീരുമാനം ഉണ്ടാവുള്ളൂ. അല്ലാതെ ഇതിനെല്ലാം ഞങ്ങളെല്ലാവരെയും സംരക്ഷിച്ചുകൊണ്ട് ഈ പറഞ്ഞ റിപ്പോർട്ടെല്ലാം പുറത്തോടും ഇത് ആരോടാണ് ബോധിപ്പിക്കുന്നത്? ജനങ്ങളെയും കൂടെ ബോധിപ്പിക്കുന്ന ഭാഗത്തിലേക്ക് ഈ ഗവൺമെൻറ്റും ഈ സർക്കാരും ഈ മുഖ്യമന്ത്രിയും പ്രവർത്തിച്ചില്ലെങ്കിൽ ഇനിയും ഇത് തന്നെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഒരു ഇടവേള കൂടി എടുക്കാം. ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു വരാം.
കൂടിക്കാഴ്ച വിശദീകരിക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുഖ്യമന്ത്രി പറഞ്ഞിട്ടാണ് ആ കൂടിക്കാഴ്ചയ്ക്ക് പോയതെങ്കിലാണ് മുഖ്യമന്ത്രി വിശദീകരിക്കേണ്ടത്. ഇവിടെ പേഴ്സണലായിട്ടുള്ള ഒരു കൂടിക്കാഴ്ചയാണ് എന്നുള്ളത് കൃത്യമായി ഈ ഇന്റലിജൻസ് റിപ്പോർട്ട് വന്നപ്പോൾ തന്നെ, അതായത് ADGP ഇന്നലെ പോയി മുഖ്യമന്ത്രിയോട് പറഞ്ഞതാണ് എന്ന് ഞാൻ കരുതുന്നില്ല. ഈ ഇന്റലിജൻസ് റിപ്പോർട്ട് വരുമ്പോൾ തന്നെ സ്വാഭാവികമായി മുഖ്യമന്ത്രി ചോദിക്കുമല്ലോ, എന്താ അജിത്തെ അവിടെ പോയതെന്നെങ്കിലും ചോദിക്കുമല്ലോ. അപ്പോൾ അതിന് കൃത്യമായ ഒരു മറുപടി പറഞ്ഞിട്ടുണ്ടാകുമല്ലോ. അല്ലാതെ ഈ വിവാദമാകുമ്പോൾ നമ്മുടെ മുന്നിലേക്ക് കഴിഞ്ഞ കൊല്ലം 2023 നടന്ന ഒരു കൂടിക്കാഴ്ചയുടെ ബ്രേക്കിംഗ് ന്യൂസ് ഇപ്പോഴാണ് വന്നത് എന്നതുകൊണ്ട് മുഖ്യമന്ത്രി ഇപ്പോൾ മാത്രമാണ് അത് അറിഞ്ഞതെന്ന് നമ്മൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് മണ്ടത്തരമാണ്. മുഖ്യമന്ത്രി അന്നേ അറിഞ്ഞതാണ്. തൊട്ടടുത്ത ദിവസം തന്നെ സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ റിപ്പോർട്ട്, ഈ രഹസ്യാന്വേഷണ റിപ്പോർട്ട് വരുന്നതാണ്. അപ്പോൾ ഈ രഹസ്യാന്വേഷണ റിപ്പോർട്ടിൽ കഴമ്പുണ്ടെങ്കിൽ അന്നേ മുഖ്യമന്ത്രി നടപടിയെടുത്തേനെ. അന്ന് മുഖ്യമന്ത്രി അത് വിട്ടിട്ടുണ്ട് എങ്കിൽ മുഖ്യമന്ത്രി ഇനിയും അതിൽ അതേ നിലപാട് തന്നെ തുടരാനുള്ള ഒരു സാധ്യത തന്നെയാണ് കാണുന്നത്. നടപടിയെടുക്കാനാണെങ്കിൽ അന്നേ എടുത്തേനെ. അന്നും ADGP ആയി തന്നെയാണല്ലോ MR അജിത് കുമാർ ഇരിക്കുന്നത്. ഞാൻ മനസ്സിലാക്കുന്നത് ഉണ്ണിസാർ നേരത്തെ പറഞ്ഞിരുന്നു, അതായത് വാടിക്കൽ രാമകൃഷ്ണൻ കൊലപാതകവും ഒക്കെ സൂചിപ്പിച്ച 1960-കളിലേക്കൊക്കെ ഒന്ന് പോയിരുന്നു. അപ്പോൾ അതിനൊന്ന് മറുപടി പറഞ്ഞ് ഞാൻ ഇതിലേക്ക് വരാമെന്നാണ് കരുതുന്നത്. അതായത് CPIM ആണ് ഇപ്പോൾ ഭരിക്കുന്നത്, കേരളത്തിൽ ഭരിക്കുന്നത് CPIM ആണ്. അപ്പോൾ ADGPയും CPIM-കാരനായിരിക്കണം. ADGP MR അജിത് കുമാറും SFIയിലൂടെ വളർന്നു വന്ന് അങ്ങനെ ഈ ADGP പോസ്റ്റിൽ എത്തിയതാണ് എന്നുണ്ടെങ്കിൽ ആ വാദത്തിൽ കഴമ്പുണ്ട്. ADGP ആയത് IPS ഓഫീസർ ആയതുകൊണ്ട് കൃത്യമായി ഈ പദവിയിലേക്ക് എത്തിയതാണ്. 29 കൊല്ലത്തെ സർവീസ് ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. റിട്ടയർ ആകാൻ എന്തായാലും ഒരു 3-4 വർഷം കൂടി സർവീസ് ഉണ്ട്. അപ്പോൾ CPIM ലൈനിൽ തന്നെ, അതുവരെ CPIM ആണ് ഭരിക്കുന്നതെങ്കിൽ CPIM ലൈനിൽ തന്നെ ഈ ADGPയും പോകണമെന്നുള്ള വാദമൊന്നും നിൽക്കില്ല. അദ്ദേഹത്തിൻ്റെതായ വ്യക്തിപരമായിട്ടുള്ള താല്പര്യങ്ങളും ഇഷ്ടാനിഷ്ടങ്ങളും ഒക്കെ ഉണ്ടാകും. അതിനനുസരിച്ച് ഇപ്പോൾ നമുക്കൊരു സുഹൃത്തുണ്ട്, ആ സുഹൃത്ത് IPS ഓഫീസറായി അല്ലെങ്കിൽ ആ സുഹൃത്ത് ജഡ്ജിയായി എന്ന് കരുതി ആ സൗഹൃദം എന്ന് പറയുന്നത് ആ IPS ഓഫീസറോടോ അല്ലെങ്കിൽ ജഡ്ജിയോടോ അല്ല, ആ വ്യക്തിയോടാണ്. ഞാനും ആൻഡോ സാറും തമ്മിലൊരു സൗഹൃദം ഉണ്ടെങ്കിൽ അത് MDയും കോർഡിനേറ്റിംഗ് എഡിറ്ററും തമ്മിലല്ല, 2 വ്യക്തികൾ തമ്മിലാണ്. ആൻഡോ അഗസ്റ്റിനും സുജയ പാർവതിയും തമ്മിലുള്ളതാണ്. അത് ഈ പദവി ഉണ്ടെങ്കിലും പദവി ഇല്ലെങ്കിലും ആ സൗഹൃദം എന്ന് പറയുന്നത് ഇൻടാക്റ്റ് ആയിട്ട് അവിടെ തന്നെ കാണും. അത് നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിൽ, ഒരു പ്യുവർ ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിൽ. അല്ലാതെ പദവി നോക്കി ഈ പദവിയിൽ ഇരിക്കുന്നവർ തമ്മിൽ പദവി വെച്ചിട്ടുള്ള ഒരു സൗഹൃദമൊക്കെയാണ് എന്നുണ്ടെങ്കിൽ അത് ആ രീതിയിൽ തന്നെ പോകും. എന്തായാലും ADGP MR അജിത് കുമാർ ഈ RSSന്റെ സർക്കാരുവാഹ ആയതിനു ശേഷം ദത്താത്രേയ ഹൊസബളയുമായി ആ രീതിയിൽ ആ പൊസിഷൻ വെച്ചുകൊണ്ടുണ്ടാക്കിയ ഒരു കൂടിക്കാഴ്ച, അല്ലെങ്കിൽ ആ പൊസിഷൻ വെച്ച് കൂടിക്കാഴ്ചയ്ക്കായി പോയി എന്നുള്ളതാണ് വാദമെങ്കിൽ ഒന്നും പറയാനില്ല. അദ്ദേഹം അവിടെ പോയിരിക്കുന്നത് ഔദ്യോഗിക വേഷം ധരിച്ചല്ല, ഔദ്യോഗിക വാഹനത്തിലല്ല, ഔദ്യോഗികമായി ആരെങ്കിലും പറഞ്ഞിട്ടല്ല, കൃത്യനിർവഹണത്തിനായിട്ടുള്ള യാത്രയെന്ന് ലോഗ് ബുക്കിൽ എൻ്റർ ചെയ്തിട്ടുമല്ല അദ്ദേഹം പോയത് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ പോയ ഒരു കൂടിക്കാഴ്ചയെക്കുറിച്ച് മുഖ്യമന്ത്രിക്ക് കൃത്യമായി കഴിഞ്ഞ വർഷം തന്നെ വിവരം കിട്ടിയിട്ടും അത് ഇപ്പോഴെടുത്ത് അത് വിവാദമാക്കുന്നതിന് പിന്നിലുള്ളത് ഒരു കുബുദ്ധിയാണ്. കാരണം പൂരം നടക്കുന്നത് എപ്പോഴാണ്, തെരഞ്ഞെടുപ്പ് നടന്നത് എപ്പോഴാണ്, കൂടിക്കാഴ്ച നടന്നത് എപ്പോഴാണ്? അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ചില കാര്യങ്ങൾ കൂടി നമുക്ക് നോക്കാം. ഇപ്പോൾ RSSന്റെ പ്രചാരകന്റെ കൂടെ വാഹനത്തിൽ പോയി എന്നാണല്ലോ. അപ്പോൾ RSSന്റെ പ്രചാരകാണ്, ഞാൻ ADGP ആണ്, അതുകൊണ്ട് ഞാൻ അവൻ്റെ വാഹനത്തിൽ കയറാൻ പാടില്ല എന്ന് ADGP പദവിയിലിരിക്കുന്ന ഇപ്പോൾ പോട്ടെ MR അജിത് കുമാറിനെ വിടൂ, വെങ്കടേഷ് അങ്ങനെയാണോ ചെയ്യുന്നത്? വെങ്കടേഷ് അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളെയൊന്നും കാണാൻ പോകാറില്ലേ? RSSകാരനായ ഒരാൾ സുഹൃത്തായി ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ RSSകാരനായ ഒരു സുഹൃത്തിൻ്റെ കൂടെ ഒരേ വാഹനത്തിൽ പോയി എന്നുള്ളത് ഒരു ക്രിമിനൽ കുറ്റമൊന്നുമല്ല ഈ രാജ്യത്ത്. RSS എന്ന് പറയുന്നത് ഒരു നിരോധിത സംഘടനയുമല്ല. ഉണ്ണിസാറൊക്കെ പറയുന്നത് കേട്ടാൽ തോന്നും എന്തോ വലിയ ഒരു തീവ്രവാദ സംഘടനയുടെ പരിപാടി അല്ലെങ്കിൽ തീവ്രവാദ സംഘടനയുടെ നടപടിയെടുക്കേണ്ടതായ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന ഒരു സംഘടനയുടെ അടുത്തേക്ക് ഒരു ADGP റാങ്കിലുള്ള ഉദ്യോഗസ്ഥൻ പോയി സർക്കാരിന് ഒരു മോശപ്പേരുണ്ടാക്കിയെന്ന്. അത് പോപ്പുലർ ഫ്രണ്ടൊക്കെ നിരോധിക്കുന്നതിന് മുൻപ് അവിടെ പോയി, അല്ലെങ്കിൽ പോപ്പുലർ ഫ്രണ്ട് നിരോധിച്ചതിന് ശേഷം അതിൻ്റെ അവശേഷിക്കുന്ന ഫ്രാക്ഷൻസ് അടുത്തേക്ക് പോയി കൂടിക്കാഴ്ച നടത്തുന്നവരോടാണ് ഉണ്ണിസാറെ പറയേണ്ടത്, അല്ലാതെ RSSകാരോടല്ല. RSSന്റെ RSS എന്ന് പറയുന്ന ഒരു സാംസ്കാരിക സംഘടനയുമാണ്. ആ സംഘടനയെ ഇന്ത്യയിൽ നിരോധിച്ചിട്ടുമില്ല. കേന്ദ്ര സർക്കാരിലെ ഉദ്യോഗസ്ഥർക്ക്, കേന്ദ്ര സർക്കാർ പദവിയിലിരിക്കുന്ന ഈ സർവീസ് ചട്ടങ്ങൾ അവർക്കും ബാധകമാണ്. ADGP MR അജിത് കുമാറിനും ബാധകമാണ്. അദ്ദേഹം അടങ്ങുന്ന ഈ സർവീസിലിരിക്കുന്ന എല്ലാവർക്കും ഈ സംഘടനയിൽ ചേർന്ന് പ്രവർത്തിക്കാൻ വരെയുള്ള അനുവാദമുള്ള രാജ്യത്താണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. അപ്പോൾ അങ്ങനെ നിരോധിച്ചിട്ടില്ലാത്ത കൃത്യമായി നിങ്ങൾക്ക് സർവീസിലിരുന്നു കൊണ്ട് തന്നെ പ്രവർത്തിക്കാൻ വരെ അനുവാദമുള്ള ഒരു സംഘടനയുടെ ഒരു നേതാവിനെ പോയി കൂടിക്കാഴ്ച നടത്തുന്നു. അത് ഔദ്യോഗികമായ ഒരു കൃത്യനിർവഹണത്തിൻ്റെയും ഭാഗമായല്ല എന്ന് കൃത്യമായി അദ്ദേഹത്തിൻ്റെ സുപ്പീരിയർ ബോഡിയെ അറിയിക്കുകയും ചെയ്തു കഴിഞ്ഞതിന് ശേഷം വീണ്ടും അത് പിടിച്ചുകൊണ്ട് ഇതെന്തോ വലിയ ക്രിമിനൽ കുറ്റമാണ് എന്ന രീതിയിൽ ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടേയിരിക്കുന്നതിൻ്റെ ഒരു ഉദ്ദേശശുദ്ധി എന്താണെന്ന് മനസ്സിലാകുന്നില്ല. അത് മറ്റു പല വാർത്തകളും അല്ലെങ്കിൽ മറ്റു പല കാര്യങ്ങളും മൂടി വെക്കാനാണ് എന്ന് ആരെങ്കിലും സംശയിച്ചാൽ എങ്ങനെയാണ് തെറ്റു പറയാൻ കഴിയുക? ഇവിടെ VD സതീശന്റെ പുനർജനിയെക്കുറിച്ച് PV അൻവർ പറയുന്നുണ്ടല്ലോ. എന്താ അത് ചർച്ചയാക്കാത്തത്? VD സതീശനെ കുറിച്ച് പറയാത്തത് എന്താണ്? VD സതീശൻ ഈ പുനർജനി അന്വേഷണം അതിനുവേണ്ടിയുള്ള ഇടനിലക്കാരനായ MR അജിത് കുമാറിനെ ഉപയോഗിച്ചുവെന്ന് PV അൻവർ പറയുന്നുണ്ടല്ലോ. പുനർജനി കേസിൽ പ്രതിപക്ഷ നേതാവിനെ രക്ഷിക്കുന്നതിന് വേണ്ടിയാണ് അദ്ദേഹത്തിന്റെ സുഹൃത്തായ ADGP പോയതെന്ന് PV അൻവർ പറയുന്നുണ്ട്. അതെന്താണ് ചർച്ചയാകാത്തത്? VD സതീശൻ എന്നുള്ളത് സെലക്റ്റീവായിട്ട് അങ്ങ് വിഴുങ്ങുകയും മുഖ്യമന്ത്രി പിണറായി വിജയനും RSSും
തമ്മിലുള്ള ഡീലിനിടയിലെ ഇടനിലക്കാരനാണ് എം ആർ അജിത് കുമാർ എന്ന് സ്ഥാപിക്കുകയും പൂരം കലക്കിയത് എം ആർ അജിത് കുമാർ ആണെന്ന് സ്ഥാപിക്കുകയും ചെയ്യുന്ന ചില ആളുകളുടെ പ്രത്യേക ലക്ഷ്യം തന്നെയാണ്. ആ ലക്ഷ്യത്തിനൊപ്പം നിൽക്കാൻ എന്തായാലും എന്നെ കിട്ടില്ല. ഇപ്പോൾ ഈ പാറമേക്കാവ് വിദ്യാമന്ദിറിലേക്ക് എം ആർ അജിത് കുമാർ പോയത് എന്തിനാണ് എന്ന് ചോദിക്കേണ്ടത് ഈ രഹസ്യാന്വേഷണ റിപ്പോർട്ട് കിട്ടിയ മുഖ്യമന്ത്രിയാണ്. ആ മുഖ്യമന്ത്രി അക്കാര്യം ഇതുവരെ ചോദിച്ചില്ല എന്ന് എന്താണ് ഉറപ്പ്? മുഖ്യമന്ത്രി ഈ വിവരം കിട്ടി ഇത്രയും കാലം മിണ്ടാതിരിക്കുകയായിരുന്നു എന്നുള്ളതിന് എന്താണ് ഉറപ്പ്? മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ എന്താണ് അദ്ദേഹവുമായി സംസാരിച്ചിട്ടുള്ളത് എന്നുള്ളത് മുഖ്യമന്ത്രിക്കും എം ആർ അജിത് കുമാറിന് കൃത്യമായി അറിയാം. മന്ത്രിസഭയിൽ അത് അറിയാവുന്ന ആളുകളൊക്കെ എന്തായാലും ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവരോടൊക്കെ ഈ പ്രതികരണങ്ങൾ തേടാൻ ചെല്ലുമ്പോൾ അവർ കൃത്യമായ കാര്യം പറയുകയും ചെയ്യും. ഇനിയിപ്പോൾ കോൺഗ്രസിന്റെ കാര്യം വി ഡി സതീശൻ പറയുന്നത്, ഒപ്പം കെ മുരളീധരൻ പറയുന്നത്, ഇവർ രണ്ടുപേരുമാണല്ലോ കോൺഗ്രസും കൂടി മത്സരിച്ച സീറ്റാണല്ലോ. തൃശ്ശൂർ എന്ന് പറയുമ്പോൾ ആരുടെ സിറ്റിംഗ് സീറ്റായിരുന്നു? ഇടതുപക്ഷത്തിന്റെ സിറ്റിംഗ് സീറ്റല്ല, കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റായിരുന്നു. സിറ്റിംഗ് സീറ്റിൽ BJP സുരേഷ് ഗോപി 3-ാം സ്ഥാനത്ത് പോകുമെന്ന് ഇവിടെ വന്ന് വെല്ലുവിളിച്ചു, നമ്മുടെ ഫ്ലോറിൽ വന്ന് വെല്ലുവിളിച്ചു. അപ്പോൾ വോട്ട് എണ്ണി കഴിഞ്ഞ് പറയാമെന്ന് ഞാനൊരു മറുപടിയും കൊടുത്തിരുന്നു. അദ്ദേഹം പറഞ്ഞാലും ഞാനത് മറന്നിട്ടില്ല കെ മുരളീധരനോട്. പക്ഷേ അന്ന് 3-ാം സ്ഥാനത്ത് പോകുമെന്ന് പറഞ്ഞ കെ മുരളീധരൻ വെല്ലുവിളിച്ചത് സുരേഷ് ഗോപി 3-ാം സ്ഥാനത്ത് പോകുമെന്നാണ്. പക്ഷേ വോട്ടെണ്ണി കഴിഞ്ഞപ്പോൾ 3-ാം സ്ഥാനത്ത് പോയത് ആരാണ്? 3-ാം സ്ഥാനത്ത് പോയത് കെ മുരളീധരനാണ്. എന്തുകൊണ്ടാണ്? തോൽക്കുമെന്ന് ഉറപ്പുള്ളത് കൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ അവിടെ കൊണ്ടുപോയി മത്സരിപ്പിച്ചതെന്ന് വ്യക്തമാക്കുന്ന ചില വാക്കുകളൊക്കെ ഇന്ന് വി ഡി സതീശൻ വാർത്താസമ്മേളനം നടത്തിയപ്പോൾ അറിയാതെ വന്നുപോയി. സതീശൻ പറഞ്ഞെന്താണെന്നറിയോ? സുനിൽകുമാർ ആയിരുന്നു ജയിക്കേണ്ടത്. സതീശന്റെ പാർട്ടി ഏതാ? കോൺഗ്രസ്. എന്നിട്ട് അദ്ദേഹം ഇന്ന് പ്രതികരണം നടത്തുമ്പോൾ അവസാന ഭാഗത്തിലേക്ക് വരുമ്പോൾ പറയുന്നത് സുനിൽകുമാർ ആയിരുന്നു ജയിക്കേണ്ടത്. സുനിൽകുമാർ ജയിക്കുമെന്ന് അറിവുള്ള ഒരു സ്ഥലത്തേക്കാണോ വടകരയിലെ സിറ്റിംഗ് MP കൊണ്ടുവന്ന് മത്സരിപ്പിക്കാൻ അദ്ദേഹം നിർത്തിയത്? എന്ത് ഇരട്ടത്താപ്പാണിത്? അതുകൊണ്ട് PV അൻവർ പറഞ്ഞ ഈ പുനർജനിയിലെ ഇനി ഡീലാണോ ഇവിടെ നടത്തിയതെന്നുള്ളത് ആർക്കറിയാം? മുഖ്യമന്ത്രിയെ മാത്രം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ശരിയാകുക? ഇവിടെ CPIM ഇവർ രണ്ടുപേരും ചേർന്ന് തൃശ്ശൂരിലെ വോട്ട് മറിച്ചിട്ടുണ്ടെങ്കിൽ, BJPക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ, സുരേഷ് ഗോപിയെ ജയിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് ഇവിടെ 2-ാം സ്ഥാനത്ത് കോൺഗ്രസ് വരാതിരിക്കുന്നത്? കോൺഗ്രസ് 3-ാം സ്ഥാനത്തല്ലേ ഫിനിഷ് ചെയ്തത്? സുനിൽകുമാർ 2-ാം സ്ഥാനത്ത് എത്തിയിട്ടുണ്ടല്ലോ. എങ്ങനെയാണ് സിറ്റിംഗ് സീറ്റിൽ 3-ാം സ്ഥാനത്തേക്ക് പോയത്? അതിന് ഈ പൂരം കലക്കി എന്നുള്ള വാദം നിൽക്കില്ല. മാത്രമല്ല ക്രൈസ്തവർക്ക് ഭൂരിപക്ഷമുള്ള, അതുപോലെ തന്നെ മുസ്ലിങ്ങളുള്ള അവിടെയൊക്കെ ആ മണ്ഡലങ്ങളിലും സുരേഷ് ഗോപി മുന്നിൽ വന്നിട്ടുണ്ടല്ലോ. അത് പൂരം കലക്കിയത് കൊണ്ടാണോ? പൂരവും അവരും തമ്മിൽ എന്താ ബന്ധം? ക്ഷേത്രോത്സവമായ പൂരം നടക്കുന്ന ഭാഗങ്ങളിലുള്ള ആളുകളെ മുഴുവൻ ഈ പൂരം കലക്കിയ വിവാദം സ്വാധീനിച്ചു എന്ന് തന്നെ വെക്കുക. അങ്ങനെ ഉണ്ടായിട്ടില്ല. പൂരം കലക്കിയത് അവിടെ ആരാണ് എന്നുള്ളതും കമ്മീഷണറുടെയും കളക്ടറുടെയും ഒക്കെ നേരിട്ടുള്ള ഏർപ്പാടായിരുന്നു. മന്ത്രിമാരൊന്നും അതിൽ ആ യോഗങ്ങളിൽ പങ്കെടുത്തിട്ടില്ല. സംഘാടക സമിതി യോഗങ്ങളിൽ പോലും മന്ത്രിമാർ പങ്കെടുത്തിട്ടില്ല. അവിടെ പൂരം കലക്കുന്നതിന് അവിടെ അനുഭവ പരിചയമില്ലാത്ത അറിയാത്ത ഉദ്യോഗസ്ഥരെ കൊണ്ടിറക്കി കമ്മീഷണറാണ് അവിടെ കുളവാക്കിയത്. അത് കൃത്യമായി ബോധ്യപ്പെട്ട കാര്യമാണ്. അന്വേഷണ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് മനസ്സിലാക്കുകയും ചെയ്യാം. അപ്പോൾ അവിടേക്ക് ഇങ്ങനെ ഒരു പ്ലോട്ട് കൊണ്ടുവയ്ക്കുന്നത് എന്തിനാണ്? ആരുടെ നാണക്കേട് മറയ്ക്കാനാണ്? വി ഡി സതീശനും കെ മുരളീധരനും എത്ര ആവർത്തി പറഞ്ഞാലും അവരുടെ കയ്യിലിരിപ്പ് കൊണ്ടാണ് തോറ്റത്. അവർ കൃത്യമായി അവിടെ വിജയിക്കാനുള്ള കാര്യമായിരുന്നു ചെയ്യേണ്ടിയിരുന്നത്. TN പ്രതാപനെ മാറ്റി കെ മുരളീധരനെ കൊണ്ടുവന്നു. അപ്പോൾ വോട്ട് ഷിഫ്റ്റ് ചെയ്യുമെന്ന് അവർ ഓർക്കണമായിരുന്നു. അതുണ്ടായി കഴിഞ്ഞിട്ട് ഇപ്പോൾ VS സുനിൽകുമാറിനൊപ്പം കൂടി VS സുനിൽകുമാർ ജയിക്കേണ്ട ആളായിരുന്നു എന്ന് വരെ കോൺഗ്രസ് പറയുകയാണ്. ഇപ്പോൾ സതീശൻ പറയുന്നു മുഖ്യമന്ത്രി പറഞ്ഞു വിട്ടതാണെന്ന്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ PV അൻവർ പറയുന്നു പുനർജനി കേസിൽ പ്രതിപക്ഷ നേതാവിനെ രക്ഷിക്കാൻ വേണ്ടിയാണ്. രണ്ട് വാദമായി. ബിനോയ് വിശ്വൻ ചോദിക്കുന്നു എന്തിനു കണ്ടു? ഞാൻ ഇന്ന് എടുക്കുന്ന വാദം ഇന്ന് MV ഗോവിന്ദൻ എന്ന CPIM സംസ്ഥാന സെക്രട്ടറി എടുത്ത കാര്യമാണ്. അദ്ദേഹം ചോദിക്കുന്നു അതിനെന്താ? കൂടിക്കാഴ്ച നടത്തിയെങ്കിൽ അതിനെന്താ? ആ കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷം കേരളത്തിലെ ക്രമസമാധാന നില തകരാറിലാക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയോ? 2023 മെയ് ആദ്യവാരത്തിൽ നടന്ന ആ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം RSSന്റെ നിർദ്ദേശപ്രകാരം ADGP MR അജിത് കുമാർ കേരളത്തിൽ എന്താണ് ചെയ്തത്? ഏത് കാര്യത്തിലാണ് ഇടപെട്ടത്? RSSകാർ പ്രതികളായ ഏതെങ്കിലും കേസുകൾ ഒത്തുതീർപ്പാക്കാൻ അദ്ദേഹം ഇടപെട്ടോ? അല്ലെങ്കിൽ ഏതെങ്കിലും കേസുകളിൽ നിന്ന് ആരെയെങ്കിലും രക്ഷിച്ചെടുത്തോ? അദ്ദേഹത്തിന് ക്രമസമാധാന പാലനത്തിന് ചുമതലയാണല്ലോ. MR അജിത് കുമാർ എന്താണ് ചെയ്തു കൊടുത്തത്? അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുമായി ഡീൽ ഉണ്ടാക്കിയെന്ന് പറയുന്ന ആളുകൾ അതിനുള്ള കാര്യങ്ങൾ കൂടി പറയണം. വെറുതെ ഡീൽ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. സിറ്റിംഗ് സീറ്റിൽ 3-ാമത് പോയവരല്ല അത് പറയേണ്ടത്. അവരിപ്പോൾ 2-ാം സ്ഥാനത്ത് നിൽക്കുകയും BJP ജയിക്കുകയും ചെയ്യുകയാണെങ്കിൽ വി ഡി സതീശൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ വാദത്തിന് വേണ്ടിയെങ്കിലും സമ്മതിക്കാം. ചില്ലറ വോട്ടുകൾക്കാണ് ജയിച്ചതെങ്കിൽ അതുണ്ടായിട്ടില്ല. ഇനിയിപ്പോൾ ഈ RSS കേന്ദ്ര സർക്കാരിന്റെ നയപരിപാടികളിൽ വരെ സ്വാധീനമുള്ള സംഘടനയാണ് എന്നുള്ളത് ആ പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും RSSകാരാണ് എന്നുള്ളതൊന്നും ഞാൻ പറഞ്ഞിട്ട് വേണ്ടല്ലോ പൊതുജനത്തിന് അറിയാൻ. അങ്ങനെ ഓരോ സ്ഥാനങ്ങളിലും ഇരിക്കുന്ന RSSന്റെ നേതാക്കളെയൊക്കെ ഇതുപോലെ പല സ്ഥാനങ്ങളിലുമുള്ള ആളുകൾ പോയി കാണാറുണ്ട്. അത് ചിലപ്പോൾ ക്യാമ്പിൽ വെച്ചായിരിക്കും കാണുക, ചിലപ്പോൾ കാര്യാലയത്തിൽ പോയായിരിക്കും കാണുക, അല്ലെങ്കിൽ പൊതുസ്ഥലങ്ങളിൽ വെച്ചായിരിക്കും കാണുക. ഈ കൂടിക്കാഴ്ചകളൊക്കെ സംഭവിക്കും. കാരണം അതൊരു നിരോധിത സംഘടനയല്ല, അതൊരു സാംസ്കാരിക സംഘടനയാണ്. ആ സാംസ്കാരിക സംഘടനയുടെ നേതാക്കളെ എവിടെ വെച്ച് കാണുന്നതിനും ഇന്ത്യയിലെ ഏതൊരു പൗരനും അവകാശമുണ്ട്. അപ്പോൾ ആ കാണുന്നതിൻ്റെ പേരിലുടനെ അവരെ എല്ലാവരെയും അങ്ങ് കുറ്റക്കാരാക്കിക്കൊണ്ട് ഇതെന്തോ വലിയ കുഴപ്പം പിടിച്ച ഒരു പ്രസ്ഥാനമാണ് RSS എന്ന് തോന്നിപ്പിക്കാനുള്ള ഒരു ശ്രമം ഉണ്ണിസാറിൽ നിന്ന് ഉണ്ടായതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ അത് ചെറുത്തത്. ഇവിടെ ഇപ്പോൾ ഈ സർക്കാർ ഉദ്യോഗസ്ഥരുടെ മൗലികാവകാശത്തെ പറ്റിയൊക്കെ ചർച്ചയാവുന്നുണ്ട്. അതായത് അവർക്ക് ഈ ജോലി, അവരുടെ ഒഫീഷ്യൽ ജോലി കഴിഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ള സമയം അവരെങ്ങനെയാണ് ചെലവഴിക്കേണ്ടത് അതും പാർട്ടി പറയുന്നതിനനുസരിച്ച് ചെയ്യണം. CPIM ഭരിക്കുകയാണെങ്കിൽ CPIMകാരുമായി മാത്രം ചങ്ങാത്തം വേണം. അങ്ങനെയൊക്കെയുള്ള
അങ്ങനെയുള്ള ചിട്ടവട്ടങ്ങൾ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. എന്തായാലും എൻ്റെ അറിവിൽ അങ്ങനെയില്ല. അദ്ദേഹത്തിന്റെ സ്വകാര്യ സമയത്ത് സ്വകാര്യ സന്ദർശനത്തിന് അദ്ദേഹത്തിന്റെ സുഹൃത്തിനൊപ്പം എവിടെയും പോകാനുള്ള അവകാശം നമ്മളെപ്പോലെയൊക്കെ MR അജിത് കുമാറിന് ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലാതെ ADGP എവിടെ പോകുന്നതിന്റെ ഉത്തരവാദിത്തം CPIM ഏറ്റെടുക്കണം, മുഖ്യമന്ത്രി പിണറായി വിജയൻ ഏറ്റെടുക്കണം എന്ന് പറയുന്നതിനകത്തൊന്നും ഒരു യുക്തിയുമില്ല. ഉണ്ണിസാൻ അറിയാമോ എന്ന് എനിക്കറിയില്ല. 2023 തൃശ്ശൂരിൽ പോയതാണല്ലോ കുഴപ്പം. 2024 ദത്താത്രേയ ഹൊസബള ഇവിടെ വന്നിരുന്നു. ഇവിടെ കൊച്ചിയിൽ തന്നെ ഉണ്ടായിരുന്നു. നമ്മുടെ തൊട്ടടുത്താണ്, നമ്മുടെ ഓഫീസിന്റെ തൊട്ടടുത്താണ്. അവിടെ ഈ 2024 മെയ് മാസത്തിൽ തന്നെയായിരുന്നു. ഇക്കൊല്ലം മെയ്യിലും ഇവിടെ വന്നിട്ടുണ്ട്. ഇനി ആരെയൊക്കെ കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. എന്തായാലും അവിടെ ഇതുപോലെ സൗഹൃദമുള്ള ആരെങ്കിലും ഒക്കെ പോയി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ടെങ്കിൽ അതും നാളെ പൊക്കിപ്പിടിച്ച് വരുമല്ലോ, അതും ഇതുപോലെ പ്രശ്നമാക്കുമല്ലോ. അതുകൊണ്ട് ഞാൻ ഹൊസബളെ പറഞ്ഞ ഒരു കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കാം. ഈ അദ്ദേഹം ഭോപ്പാലിലെ ഒരു യോഗത്തിൽ പറഞ്ഞതാണ്, അതിപുരോഗമനവാദത്തിന്റെ മറപിടിച്ച് കൾച്ചറൽ കമ്മ്യൂണിസ്റ്റുകൾ നമ്മുടെ സാംസ്കാരിക ജീവിതത്തിന് മേൽ അവമതിപ്പ് സൃഷ്ടിക്കുന്നുവെന്ന്. ഇനി ചിലപ്പോൾ അതുവല്ലോ ആയിരിക്കും സംസാരിച്ചിട്ടുണ്ടാവുക. ADGP MR അജിത് കുമാറിന് അങ്ങനെയുള്ള ജീർണതയിലേക്ക്, സാംസ്കാരിക ജീർണതയിലേക്ക് പോകാതിരിക്കാനുള്ള എന്തെങ്കിലും ഉപദേശമൊക്കെ ആയിരിക്കും ആ 1 മണിക്കൂർ കൂടിക്കാഴ്ചയിൽ നടത്തിയത് എന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ ഇവിടെ ADGP പറഞ്ഞ ഇൻഫോർമൽ ആയിട്ടുള്ള അദ്ദേഹത്തിന് പേഴ്സണൽ വിസിറ്റ് എന്ന വാദം തന്നെയാണ് നിലനിൽക്കുക. അത് മുഖ്യമന്ത്രിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അത് അദ്ദേഹത്തിന് സൗകര്യമുണ്ടെങ്കിൽ അദ്ദേഹം മാധ്യമങ്ങളോട് വന്ന് പറയും, അല്ലെങ്കിൽ പുറത്ത് പറയും. എന്തായാലും ഒരു കൊല്ലത്തിന് ഇപ്പുറം നിൽക്കുന്ന ഒരു വിവാദമാണ്. അന്ന് കൂടിക്കാഴ്ച നടത്തി പിന്നീട് തൊട്ടടുത്ത വർഷം അതേ സമയത്ത് പൂരം കലക്കി BJPയെ ജയിപ്പിച്ചു കൊടുത്തു എന്നൊക്കെയുള്ള വാദം, അത് വിശ്വസിപ്പിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതെങ്ങനെ വാദിച്ച് എങ്ങനെ ആളുകളെ വിശ്വസിപ്പിക്കണം എന്നുള്ളത് VD സതീശന് നമ്മൾ വിടുന്നു, ഞാൻ വിടുന്നു. എന്തായാലും VD സതീശൻ ഇക്കാര്യത്തിൽ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ആ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം എന്തൊക്കെ കാര്യങ്ങൾ ADGP ചെയ്തു കൊടുത്തു എന്നുകൂടി പറയാൻ, പൊതുസമൂഹത്തോട് പറയാൻ ബാധ്യസ്ഥനാണ്. 29 കൊല്ലം സർവീസിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ CPM-കാരനായിരിക്കണം എന്നുള്ള ചിട്ടവട്ടമൊന്നും ഒരിടത്തുമില്ല. എൻ്റെ ഒരു പ്രതികരണമുണ്ട്. ചില ഒന്നാമത്തെ കാര്യം വെച്ചാൽ ഞാൻ എൻ്റെ നിലപാട് വ്യക്തമാക്കുമ്പോൾ ഞാൻ എവിടെയും RSSനെ ഒരു തീവ്രവാദി സംഘടനയെന്നോ അല്ലെങ്കിൽ RSS നിരോധിക്കപ്പെടേണ്ട ഒരു സംഘടനയാണെന്നോ പറഞ്ഞിട്ടില്ല. മാത്രമല്ല RSS ഈ കാര്യത്തിൽ എൻ്റെ ഒരു വിഷയമേ അല്ല. എൻ്റെ വിഷയം കേരളത്തിൽ RSS വിരുദ്ധ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്ന ഒരു പാർട്ടി ഭരിക്കുന്ന സംസ്ഥാനത്ത് ആ പാർട്ടി മന്ത്രിസഭയുടെ കീഴിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സെൻസിറ്റീവ് പോസ്റ്റിലിരിക്കുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ആ പാർട്ടി ഏത് രാഷ്ട്രീയത്തിനെതിരായിട്ടാണോ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ ചേരിയിലെ ഒരു പ്രധാനപ്പെട്ട ആളുമായി നടത്തുന്ന കൂടിക്കാഴ്ചയെക്കുറിച്ച് പാർട്ടി വിശദീകരിക്കേണ്ടതുണ്ട്, മുഖ്യമന്ത്രി വിശദീകരിക്കേണ്ടതുണ്ട്. ഈ വിഷയത്തിൽ ഞാൻ RSSൻ്റെ വിശദീകരണം ആവശ്യപ്പെടുന്നില്ല. RSSനെ ഏതെങ്കിലും തരത്തിലുള്ള മോശപ്പെട്ട സംഘടനയായിട്ട് ഞാൻ കാണുന്നുമില്ല. RSS 2 തവണയാണ് ഇന്ത്യയിൽ നിരോധിക്കപ്പെട്ടിട്ടുള്ളത്. അത് ഇന്ത്യയുടെ ചരിത്രമാണ്. ഒന്ന് മഹാത്മാഗാന്ധി കൊല്ലപ്പെട്ടപ്പോഴാണ്. ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് എന്ന് നമ്മളെല്ലാം വിശേഷിപ്പിക്കുന്ന മഹാത്മാഗാന്ധി കൊല്ലപ്പെട്ടപ്പോൾ അതിൻ്റെ പേരിൽ ആരോപണ വിധേയമായി സർദാർ വല്ലഭായ് പട്ടേൽ നിരോധിച്ച സംഘടനയാണ് RSS. ഒന്ന്. രണ്ടാമതൊരിക്കൽ കൂടി RSS ഇന്ത്യയിൽ നിരോധിക്കപ്പെട്ടിട്ടുണ്ട്. അത് ഇന്ത്യയുടെ മതേതരത്വത്തെ തകർത്ത ബാബറി മസ്ജിദിന് എന്ന് പറയുന്ന പള്ളി തകർത്ത സംഭവവുമായി ബന്ധപ്പെട്ടാണ്. ഇത് രണ്ടും ചരിത്രമാണ്. മൂന്നാമത്തെ കാര്യം അത് അടിയന്തരാവസ്ഥക്കാലത്ത് അത് അന്ന് ആ സമയത്ത് അതൊരു പൊളിറ്റിക്കൽ ഫൈറ്റാണ്. പക്ഷേ ഈ 2 സന്ദർഭങ്ങളിലും അത് ആ രീതിയിൽ നിരോധിക്കപ്പെട്ടിട്ടുള്ള സംഘടനയാണ്. പിന്നെ RSSൻ്റെ നേതാവുമായി 2023 മെയ്യിൽ കൂടിക്കാഴ്ച നടത്തുന്നു. 2024 ഏപ്രിലാണ് പൂരം നടക്കുന്നത്. അത് 1 വർഷം കഴിഞ്ഞിട്ടാണ്. അത് അപ്പോഴത്തേക്കും അതൊക്കെ അന്നേ പ്ലാൻ ചെയ്തിരുന്നു എന്ന് ചോദിച്ചാൽ RSSനെ ഞാൻ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നതേയില്ല. കാരണം 1925 RSS രൂപീകരിച്ചിട്ട് 2025 ആകുമ്പോൾ 100 വർഷം ആകുകയാണ്. ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ പ്രസ്ഥാനമായും ഇന്ന് ഇന്ത്യ ഭരിക്കുന്ന പ്രസ്ഥാനമായും തുടർച്ചയായി 3ാമതൊരു സർക്കാർ നെഹ്റുവിന് ശേഷം ഉണ്ടാക്കിയതും BJP ആണെന്നുള്ളത് വളരെ ഫോർവേഡായിട്ട് RSS പ്ലാൻ ചെയ്യുന്നൊരു പ്രസ്ഥാനമാണ്. RSS ഒരിക്കലും RSSൻ്റെ പ്രവർത്തനങ്ങളെ നിങ്ങളുടെ മുമ്പിൽ വന്ന് വിളിച്ചു പറഞ്ഞിട്ട് ആസൂത്രണം ചെയ്യുന്ന ഒരു പ്രസ്ഥാനമല്ല. അത് അതിൻ്റേതായ അജണ്ട അനുസരിച്ച് വളരെ കൃത്യമായ ചുവടുവെപ്പുകൾ നടത്തുന്ന ഒരു പ്രസ്ഥാനമാണ്. അതുകൊണ്ട് 1 വർഷം മുമ്പ് നടന്ന ഈ ഹൊസബളയായിട്ടുള്ള കൂടിക്കാഴ്ചയിൽ ഇതൊക്കെ ചർച്ചയായിട്ടുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. പക്ഷേ RSSനെ ഞാൻ അക്കാര്യത്തിൽ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തില്ല. ഇപ്പം RSS പൂരം കലക്കുക എന്നുള്ളത് അങ്ങയുടെ വാദം മാത്രമാണ്. കാരണം RSS പൂരം കലക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്ഷേത്രോത്സവം തകിടം മറിച്ചുകൊണ്ട് വോട്ട് വർദ്ധിപ്പിക്കുക, അങ്ങനെ ഒരു നീക്കത്തിലേക്ക് RSS പോകുമെന്നുള്ളത് ഒരു കുബുദ്ധിയായി മാത്രമേ കാണാൻ കഴിയുകയുള്ളൂ. മാത്രമല്ല ഇവിടെ അങ്ങ് പറഞ്ഞല്ലോ, മറ്റേ CPIM ഭരിക്കുന്ന സർക്കാർ ഉള്ളപ്പോൾ CPIMന്റെ വർഗ്ഗശത്രു ഒരു ഉദ്യോഗസ്ഥന്റെയും വർഗ്ഗശത്രു ആകണമെന്നുള്ളത് ഒരിടത്തും പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു സർവീസ് ചട്ടത്തിലും പറഞ്ഞിട്ടില്ല. ADGP-ആയി IPS ഓഫീസറായി റാങ്കിൽ കയറി വന്ന് ADGP ആയാളാണ് MR അജിത് കുമാർ. അല്ലാതെ MR അജിത് കുമാർ SFIയിലൂടെ വളർന്നു വന്ന അല്ലെങ്കിൽ പാർട്ടി കേഡറിലൂടെ വളർന്നു വന്ന ഒരു വ്യക്തിയല്ല. അയാൾക്ക് അയാളുടേതായ അദ്ദേഹത്തിൻ്റെതായ വ്യക്തിപരമായ ഇഷ്ടാനിഷ്ടങ്ങൾ ഉണ്ടാകും. ആ ഇഷ്ടാനിഷ്ടങ്ങളാണ് ഈ ഇങ്ങനെയുള്ള കൂടിക്കാഴ്ചകളായാലും അതിൽ അദ്ദേഹം കൃത്യമായ ആ മറുപടി കൊടുത്തിട്ടുമുണ്ടല്ലോ മുഖ്യമന്ത്രിക്ക്. ഇപ്പോഴും അങ്ങ് പറയുന്നു CPIMന്റെ ഭരിക്കുന്ന പാർട്ടിയുടെ വർഗ്ഗശത്രു ആയതുകൊണ്ട് RSSന്റെ ഒരു നേതാവിനെ കാണാൻ പോകുന്നത് വലിയ തെറ്റാണെന്നുള്ള മട്ടിൽ തന്നെയാണ് അങ്ങയുടെ വാചകം.
വാചകം വരുന്നത്. അതിലാണ് എന്റെ വിയോജിപ്പ്. അവിടെയാണ് പ്രശ്നം. അതാണ് മനസ്സിലാക്കലിൻ്റെ ഒരു പ്രശ്നം. അതായത് ഈ ADGP അജിത് കുമാർ DYFയിലൂടെ SFIയിലൂടെ വളർന്നു വന്ന് പിന്നെ ADGP ആകണമെന്നല്ല എൻ്റെ വാദം. ഓരോ സർക്കാരുകൾ അധികാരത്തിൽ വരുമ്പോൾ ആ സർക്കാരുമായി ബന്ധപ്പെട്ട വിശ്വസ്തരായിരിക്കും ഏറ്റവും പ്രധാനപ്പെട്ട പോസ്റ്റുകളിൽ അവർ വെക്കുക. കാരണം ആ ഒരു സർക്കാർ എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ സർക്കാരാണ്. ആ രാഷ്ട്രീയ പ്രസ്ഥാനം വിശ്വസിക്കുന്ന നയപരിപാടികളാണ് ആ സർക്കാർ നടപ്പാക്കുക. ആ നയപരിപാടികൾക്ക് ഒരു രാഷ്ട്രീയമുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് നരേന്ദ്രമോദി എടുക്കൂ. 2014 നരേന്ദ്രമോദി അധികാരത്തിൽ വരുമ്പോൾ നരേന്ദ്രമോദിയുടെ ഓഫീസ് PMO, പ്രൈം മിനിസ്റ്റേഴ്സ് ഓഫീസ്, അവിടെ ആരാണ് സുജയ ഏറ്റവും പ്രധാനമായിട്ടുമുള്ള കേഡേഴ്സ് എന്നറിയാവോ? ഗുജറാത്ത് കേഡേഴ്സിലുള്ള IAS ഓഫീസർമാരെയാണ് നരേന്ദ്രമോദി വെച്ചത്. നരേന്ദ്രമോദിയുടെ ഏറ്റവും വിശ്വസ്തമായ എല്ലാ പോസ്റ്റുകളിലും നരേന്ദ്രമോദി വെച്ചിരിക്കുന്നത് ഗുജറാത്ത്. അത് PK മിശ്ര മുതൽ ഇങ്ങോട്ട് സതീഷ് ചന്ദ്ര ഝാ വരെയുള്ള OSD വരെയുള്ള 18 കേഡർമാരുണ്ട്, IAS കേഡർമാരുണ്ട് കേന്ദ്രത്തിൽ വർക്ക് ചെയ്യുന്നത്. അതിൽ 14 പേരും PMOയിലാട്ടോ വർക്ക് ചെയ്യുന്നത്. അതെന്താ? നമുക്ക് ഈ സംസ്ഥാനത്ത്, ഈ രാജ്യത്ത് ഗുജറാത്ത് മാത്രമേ ഉള്ളൂ. ഈ രാജ്യത്ത് 28 സംസ്ഥാനങ്ങളില്ലേ, 29 സംസ്ഥാനങ്ങളില്ലേ? ആ സംസ്ഥാനങ്ങളിലൊക്കെ IAS കേഡേഴ്സ് ഉണ്ടല്ലോ. അവരൊക്കെ ഡൽഹി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നുണ്ടല്ലോ. ഗുജറാത്ത് കേന്ദ്രീകരിച്ച് ഗുജറാത്തിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരും ഏറ്റവും പ്രധാനപ്പെട്ട. അപ്പൊ അതൊരു വിശ്വാസത്തിന്റെ പ്രശ്നമാണ്. ഞാൻ പറയുന്നത് പിണറായി വിജയനുണ്ട്, അതങ്ങ് മനസ്സിലാക്കണം. അങ്ങേക്കില്ലെങ്കിലും ADGP MR അജിത് കുമാർ കഴിഞ്ഞ വർഷം RSSന്റെ സർക്കാര്യവാഹുമായി കൂടിക്കാഴ്ച നടത്തിയ MR അജിത് കുമാറിൽ പിണറായി വിജയന് വിശ്വാസമുള്ളത് കൊണ്ടാണല്ലോ 2023 മെയ് മുതൽ നമ്മൾ ഇപ്പോൾ സംസാരിക്കുന്ന ഇന്നത്തെ ദിവസം സെപ്റ്റംബർ മാസം 7-ാം തീയതി 2024 സെപ്റ്റംബർ 7 വരെ ADGP ലോ ആൻഡ് ഓർഡറായി MR അജിത് കുമാർ അതേ കീ പോസ്റ്റിൽ തുടരുകയാണ്. ഈ രഹസ്യാന്വേഷണ റിപ്പോർട്ട് കിട്ടാഞ്ഞിട്ടല്ല, മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയാഞ്ഞിട്ടല്ല, അതേ പോസ്റ്റിൽ അദ്ദേഹത്തെ റീറ്റെയിൻ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതേ കോൺഫിഡൻസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഗുജറാത്ത് കേഡർ ഓഫീസർമാരിലുള്ള അതേ കോൺഫിഡൻസ്, അതേ ലോയൽറ്റി ഇവിടെ കീപ്പ് ചെയ്യുന്ന ആളാണ് MR അജിത് കുമാർ എന്നുള്ളതാണ് ഇവിടുത്തെ ഫാക്ട്. അല്ല, അതേ ഉള്ളൂ കാര്യം, ഒറ്റ കാര്യമുള്ളൂ കേട്ടോ. ഒരു കാര്യം കൂടി, അതിനെനിക്ക് തർക്കമില്ല കേട്ടോ. ഈ ADGP അജിത് കുമാറിൽ വിശ്വാസമുള്ളതുകൊണ്ടാണ് അദ്ദേഹം ലോ ആൻഡ് ഓർഡറിൽ തുടരുന്നത്. അല്ലാതെ ഒരാൾക്ക് അങ്ങനെ തുടരാൻ കഴിയില്ല. ആ വിശ്വാസം എന്താണെന്ന് വിശദീകരിക്കണമെന്നേ പറഞ്ഞിട്ടുള്ളൂ. ആ വിശ്വാസത്തിൻ്റെ രാഷ്ട്രീയം ഒരു പ്രശ്നമായി വന്നിരിക്കുന്നു. കാരണം എന്താ? CPM ഇന്ന് വളരെ ശക്തമായി കേരള രാഷ്ട്രീയത്തിൽ അഭിമുഖീകരിക്കുന്ന ഒരു വാദം എന്താ, ഒരു ആരോപണം എന്താ? ഒരു അന്തർധാര BJPയുമായി ഉണ്ടാക്കിയിരിക്കുന്നതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലൊരു സീറ്റ് തൃശ്ശൂർ നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നാണ്. അവർക്ക് EP ജയരാജനെ പോലെ ഏറ്റവും പ്രോമിനൻ്റ് ആയിട്ടുള്ള അവരുടെ ഒരു ലീഡറിനെ ജാവ്ദേക്കറുമായി ബന്ധപ്പെട്ട കൂടിക്കാഴ്ചയുടെ ആരോപണമടക്കം മാറ്റി നിർത്തേണ്ടി വന്ന സാഹചര്യം കൂടിയുണ്ട്. അങ്ങനെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തെ CPM നേരിടുമ്പോൾ ഈ പ്രശ്നം ആ പാർട്ടി വിശദീകരിക്കണമെന്നാണ് പറയുന്നത്. മാത്രവുമല്ല, RSSനെ കുറിച്ച് CPM കേഡറുകൾ തന്നെ കണക്കാക്കുന്നത് CPMന് പ്രത്യയശാസ്ത്രപരമായി സന്ധി ചെയ്യാനാവാത്തൊരു പ്രസ്ഥാനമെന്നാണ്. അത് CPM ഭരിക്കുമ്പോൾ, ഇടതുപക്ഷം ഭരിക്കുമ്പോൾ ആ പാർട്ടിയിൽ ഏറ്റവും ശ്രദ്ധേയമായ പദവിയിലിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ, അദ്ദേഹം ഏതെങ്കിലും ഒരു കോർപ്പറേഷൻ MD അല്ല, അദ്ദേഹം ഏതെങ്കിലും മറ്റൊരു രീതിയിൽ പ്രവർത്തിക്കുന്ന ആളല്ല. ഇവിടുത്തെ ലോ ആൻഡ് ഓർഡർ നേരിട്ട് കൈകാര്യം ചെയ്യുന്ന ലോ ആൻഡ് ഓർഡർ എന്ന് പറയുന്ന കീ പോസ്റ്റിന് ഭരണത്തിൻ്റെ എത്രമാത്രം പ്രാധാന്യമുണ്ടെന്ന് മനസ്സിലാക്കൂ. അദ്ദേഹത്തിൻ്റെ സുഹൃത്താണ് ജയകുമാർ. ജയകുമാറെ കണ്ടതല്ല ഇവിടുത്തെ വിഷയം. വിജ്ഞാൻ ഭാരതിയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്ന ജയകുമാറുമായി ക്ലാസ്മേറ്റ്സ് ആയി ഒരുമിച്ചിരുന്ന് ചായ കുടിച്ചാൽ ഇവിടെ ആരും ചർച്ചയില്ല. ഇത് ഞാനോ നമ്മളോ ഈ ചർച്ചയ്ക്ക് എടുക്കില്ല. കാര്യം എന്താ? അദ്ദേഹത്തിന്റെ ക്ലാസ്മേറ്റ് ആയ ജയകുമാറുമായിട്ട് അദ്ദേഹത്തിന് എവിടെയും ചർച്ച ചെയ്യാം. ജയകുമാറിന് RSS വിശ്വസിക്കാം, വിജ്ഞാൻ ഭാരതിയിലും പ്രവർത്തിക്കാം. നോക്കൂ, പാറമേക്കാവ് ഈ വിദ്യാമന്ദിറിൽ ഈ 2 ദിവസം നടന്നത് എന്താ? RSSന്റെ ക്യാമ്പാണ്. RSSന്റെ ക്യാമ്പിൻ്റെ ഉദ്ദേശം എന്താ? അതൊരു രാഷ്ട്രീയ സാംസ്കാരിക സംഘടനയായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയത്. രാഷ്ട്രീയം എന്ന് പറയാനുള്ള കാരണം അടുത്ത കാലം വരെ സാംസ്കാരികമായിരുന്ന സംഘടന. താങ്കൾക്കറിയാമല്ലോ, BJPയുടെ സംഘടനാ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്നവരിൽ ഭാഗം RSSന് പ്രതിനിധികളില്ലേ? RSSന്റെ പ്രവർത്തകരല്ലേ BJPയുടെ സംഘടനാ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്ന സെക്രട്ടറിമാരായിട്ട് പല സംസ്ഥാനങ്ങളിലും ഉള്ളത്? നരേന്ദ്രമോദി എന്ന് പറഞ്ഞ ആള് BJPയിലേക്ക് നേതാക്കളെ പമ്പ് ചെയ്യുകയും ഓർഗനൈസ് ചെയ്യുകയും അത് നിയന്ത്രിക്കുകയും ചെയ്യുന്ന ഒരു സംഘടന എന്ന നിലയിലാണ്. അത് കേവലം താങ്കൾ സാംസ്കാരിക സംഘടന എന്ന് പറഞ്ഞതുകൊണ്ടല്ല. സാംസ്കാരിക സംഘടനയല്ല, അതൊരു രാഷ്ട്രീയ സാംസ്കാരിക സംഘടനയാണ്. അതിന്റെ പേര് തന്നെ രാഷ്ട്രീയ പൊളിറ്റിക്കൽ ഔട്ട്ഫിറ്റ്. അതാണ് ഞാൻ പറഞ്ഞത്. രാഷ്ട്രീയ സാംസ്കാരിക സംഘടനയാണ്. പൊളിറ്റിക്കൽ ആൻഡ് കൾച്ചറൽ ആണത്. കൾച്ചറലാണ്, ഡെഫിനറ്റ്ലി കൾച്ചറലാണ്. അവർ മുന്നോട്ട് വയ്ക്കുന്ന ആശയത്തിന്റെ കൾച്ചറലായിട്ടാണ് അവരതിനെ ഡിഫൈൻ ചെയ്തത്. ആ കൾച്ചറിനെ നിങ്ങൾ യോജിക്കുന്നുണ്ടോ വിയോജിക്കുന്നുണ്ടോ? രണ്ടാമത്തെ ഭാഗം. അങ്ങനെ ഒരു സംഘടനയുടെ ക്യാമ്പ് നടക്കുന്ന സ്ഥലത്തേക്ക് ഒരു ADGP പോകേണ്ടത് എന്താ? അങ്ങനെ ഒരു സംഘടനയുടെ ക്യാമ്പ് നടക്കുന്നയിടത്ത് ADGP പോയാൽ എന്താ? അതാണ് ചോദ്യം. എവിടെയാണ് ADGP RSSന്റെ ക്യാമ്പിൽ പങ്കെടുത്താലും ഇല്ലെങ്കിലും ക്യാമ്പിൽ പങ്കെടുക്കാനല്ല പോയത്. ആ ക്യാമ്പിൽ അവിടെ വെച്ച് കൂടിക്കാഴ്ചയാണ് നടന്നത്. അല്ലാതെ ക്യാമ്പിൽ കേൾക്കൂ താങ്കൾ. ADGP
ഈ പറയുന്ന ദത്താത്രേയെ കാണാൻ ക്യാമ്പിലേക്ക് പോവുകയും തിരിച്ചദ്ദേഹം വന്ന് RSS വിരുദ്ധ ചേരിയിൽ നിൽക്കുന്ന ഒരു സംഘടന ഭരിക്കുന്ന ആ സംഘടനയുടെ സർക്കാർ ഭരിക്കുന്ന ഒരു ഭരണത്തിന്റെ ഏറ്റവും കീ പോസ്റ്റിൽ ഇരിക്കുകയും ചെയ്താൽ വിരുദ്ധ അല്ല, അരുൺ പറഞ്ഞ കോവളത്ത് റാം മാധവനെ കാണാൻ പോയി ഒരു മിനിറ്റ്, അരുൺ പറഞ്ഞ തൃശ്ശൂരിൽ എത്ര നല്ല ചായ കിട്ടും? ഡോക്ടർ അരുൺ ചായ കുടിക്കുന്നിടത്ത് അജിത് കുമാർ ചായ ചായ കുടിച്ചിട്ട് RSSന്റെ ക്യാമ്പിൽ പോയി ചായ കുടിച്ചിട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിന് തൊട്ട് താഴെ ADGPയുടെ ഓഫീസിലിരിക്കുമ്പോഴാണ് പ്രശ്നം. ADGPയുടെ ഓഫീസിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ക്വാളിഫിക്കേഷൻ ഉണ്ടായിട്ടില്ല, അല്ലാതെ ആരും പിൻവാതിലൂടെ കയറ്റി വിട്ടതല്ല. മുഖ്യമന്ത്രി പറഞ്ഞൊരു മറുപടി പറയട്ടെ. ഈ സംസ്ഥാനത്തെ DGPയുടെ സ്ഥാനത്തിരിക്കുന്ന ഒരാൾ എന്ന നിലയ്ക്കല്ല അദ്ദേഹം സംസാരിക്കുന്നതും പ്രവർത്തിക്കുന്നതും അതിൻ്റെ ഭാഗമായി സംസ്ഥാന സർക്കാരിനെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിൽ പ്രവർത്തിക്കുന്നതും രാഷ്ട്രീയക്കാരാണെങ്കിൽ അംഗീകരിക്കാം, അല്ലെങ്കിൽ അംഗീകരിക്കാൻ പറ്റില്ല എന്നാണ് സെൻകുമാറിന്റെ കേസ് പറഞ്ഞത്. ഈ കാര്യത്തിൽ നിലപാടെടുത്താൽ മതി, പ്രശ്നം തീർന്നു. അത്രേ ഉള്ളൂ. ഈ കാര്യത്തിൽ മറുപടി മതി. എന്താ ചെയ്ത സാറേ? സെൻകുമാർ പുറത്തുപോയി രാഷ്ട്രീയ പരിപാടികളിൽ പങ്കെടുത്തില്ലേ? രാഷ്ട്രീയമായുള്ള സ്റ്റേറ്റ്മെന്റ്സ് നടത്തിയില്ലേ? MR അജിത് കുമാർ ഒരു പരിപാടിയിൽ പങ്കെടുത്ത് ഈ സംസ്ഥാനത്തെ DGP സ്ഥാനത്തിരിക്കുന്ന ഒരാളെന്ന് പറഞ്ഞ എന്തിനാ? ആ സ്ഥാനത്തിരിക്കുന്ന ആൾക്കാർക്ക് ആ സർക്കാരിന്റേതായ സെൻകുമാർ ചെയ്തത് എന്താണ്? നോക്കൂ, സെൻകുമാർ ചെയ്തത് എന്താണ്? അതാണ് PV അൻവർ പുറത്ത് വലിച്ചിടുന്നത്. PV അൻവർ പുറത്ത് വലിച്ചിടുന്നതാണ്. ഈ സർക്കാരിനെ അവമതിപ്പുണ്ടാക്കിയ ഡിപ്പാർട്ട്മെന്റ് ഏതാ സുജയ? പറയൂ. ഈ സർക്കാരിനെ അവമതിപ്പുണ്ടാക്കിയ മുഖ്യമന്ത്രി ഭരിക്കുന്ന ആഭ്യന്തര സിമ്പിൾ റീസൺ. മുഖ്യമന്ത്രി ഭരിക്കുന്ന ആഭ്യന്തര വകുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട പോസ്റ്റ് അല്ലേ ലോ ആൻഡ് ഓർഡർ? അത് നിയന്ത്രിച്ചിരുന്ന സർക്കാർ തന്നെയല്ലേ? കസ്റ്റഡി മരണത്തിന് പേരിൽ 8 കസ്റ്റഡി മരണമാണ്. അതിനുശേഷം വന്ന കാലയളവിലും കസ്റ്റഡി മരണത്തിന് എണ്ണം കുറഞ്ഞില്ല. ഏറ്റുമുട്ടൽ കൊല, തെറ്റായ വിവരങ്ങൾ, ഓരോ സമരത്തിലും പ്രതിഷേധക്കാർക്ക് നേരെ ഉപയോഗിച്ച രീതി, രാഹുൽ മാങ്കോട്ടത്തിൽ എങ്ങനെയാണ് നിങ്ങൾ ലോയൽ ആവുക? കൂടിക്കാഴ്ച വിശദീകരിക്കേണ്ടത്. സ്ലീപ്പർ സെൽ എന്ന് കേട്ടിട്ടുണ്ടോ താങ്കൾ? ഈ സ്ലീപ്പർ സെല്ലുകൾ പ്രവർത്തിക്കുന്നത് പൊതുസമൂഹത്തിൽ വിശദീകരിച്ചിട്ടല്ല, പകരം അവർ ക്രീപ്പ് ചെയ്താണ് കയറുന്നത്. അതെങ്ങനെയാണ്? ഭരണ സംവിധാനത്തിലേക്ക് ക്രീപ്പ് ചെയ്ത് കയറും. ആ ഭരണ സംവിധാനത്തിലേക്ക് ക്രീപ്പ് ചെയ്ത് കയറിയതിന് ശേഷമാണ് അത് പ്രവർത്തിക്കുക. അത് പ്രവർത്തിച്ച് പുറത്തു വരുമ്പോൾ മാത്രമേ അറിയൂ. അതാണ് ഇവിടെ സംശയകരമായ സാഹചര്യത്തിൽ നിൽക്കുന്നത്. ഒരു ADGP തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട് ആ സമയത്ത് ആ സ്ഥലത്ത് അവിടെ ഉണ്ടായിരിക്കെ ഇത്തരമൊരു കാര്യം നടക്കാൻ പാടുണ്ടോ? സിമ്പിൾ റീസൺ. അവിടെ ആ ക്രമക്കേടിന് കാരണമായിട്ടുള്ള ആളെ ഉടൻ തന്നെ ഏറ്റവും മുകളിലത്തെയുള്ള ആൾ മുഖ്യമന്ത്രിയാണ്. അപ്പോൾ മുഖ്യമന്ത്രിയാണോ ഇതിന്റെ ഉത്തരവാദി? വകുപ്പിന്റെ തലവനാണ് മുഖ്യമന്ത്രിയാണ്. ഞാൻ ചോദിക്കട്ടെ ഡോക്ടർ അരുൺ, നമ്മൾ ബേസ്ലെസ് ആയിട്ടുള്ള അലിഗേഷൻസ് ഉന്നയിക്കരുത് എന്നുള്ളത് അങ്ങയോടുള്ള എന്റെ റിക്വസ്റ്റ് ആണ്. എവിടെയാണ് അങ്കിത് അശോക്? തെളിയിക്കപ്പെടേണ്ട ഒരു അലിഗേഷൻ ഇടതുപക്ഷത്ത് നിന്ന് ഒരു MLA ഉന്നയിക്കുന്നു. ഇടതുപക്ഷത്തെ പ്രധാനപ്പെട്ട പാർട്ടിയെ CPIയിലെ മുൻ മന്ത്രിയും CPIയിലെ സ്ഥാനാർത്ഥിയുമായ സുനിൽകുമാർ ഉന്നയിക്കുന്നു. ഇന്ന് ബിനോയ് വിശ്വം ഉന്നയിക്കുന്നു. അത് ഇടതുപക്ഷത്തിന്റെ ആവശ്യമാണ്. ഇടതുപക്ഷത്തെ ആളുകൾ മറുപടി ADGP അല്ല പറയേണ്ടത്. ഒറ്റ നിമിഷം സാർ. തൃശ്ശൂരിലെ പൂരം കലങ്ങിയിട്ടില്ലെന്നും തൃശ്ശൂരിലെ പൂരവുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ട് പുറത്തു വരരുതെന്നും തൃശ്ശൂരിൽ ഇങ്ങനെ ഒരു ഗൂഢാലോചന നടന്നിട്ടില്ലെന്നും സ്ഥാപിക്കുന്ന ഒരേ ഒരു പാർട്ടി ഏത് പാർട്ടിയെന്നറിയോ? BJP. ആര് പറഞ്ഞു തൃശ്ശൂർ പൂരം കലക്കിയിട്ടില്ല എന്ന്? പൂരം കലങ്ങി എന്നുള്ളത് നമ്മൾ കണ്ടതാണല്ലോ. അവിടെ രാഷ്ട്രീയ ഗൂഢാലോചന കലക്കിയതാരാ? പോലീസാണ്. പോലീസിന്റെ തലപ്പത്ത് ആരാണ് എന്നുള്ളത് രാഷ്ട്രീയ ഗൂഢാലോചന. കാണാൻ പോയത് RSSനെ കാണാൻ പോയത് ഈ രാഷ്ട്രീയ ഗൂഢാലോചന. എന്നാണ് ചോദ്യം. അത് മുഖ്യമന്ത്രി പറയട്ടെ. ഒരു കാര്യം പറഞ്ഞോട്ടെ. ഈ അങ്കിത് അശോകൻ തൃശ്ശൂർ SP ആയിരുന്നല്ലോ, കമ്മീഷണർ ആയിരുന്നു അല്ലേ? കമ്മീഷണറുടെ ആ സ്ഥലത്ത് അന്ന് ADGP അജിത് കുമാർ ഉണ്ടായിരുന്നല്ലോ. രാത്രിയിൽ ഇടപെട്ടില്ല. അതുകൊണ്ടാണ് ഈ പൂരം കലങ്ങിയ പ്രശ്നം ഉണ്ടായിരുന്ന AGP അജിത് കുമാർ ഇടപെട്ടില്ലല്ലോ. അപ്പോൾ അതിന് ഉത്തരവ് മുഖ്യമന്ത്രിയാണോ? ആ സെയിം സ്ഥലത്ത് ലോ ആൻഡ് ഓർഡറിന്റെ ചാർജിന്
അവിടെ നോക്കിയിട്ടില്ല. ആയിരുന്നോ എന്നുകൊണ്ട് നോക്കിയില്ല നോക്കിയില്ല. ആണ് വിശദീകരിക്കേണ്ടത്. ആ കാര്യമാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാനല്ല, ആ കാര്യമാണ് പറയുന്നത്. RSS-മായുള്ള അതെ, അതെല്ലാം വിശദീകരിക്കണം. അതിന്റെ തുടർച്ചയായിട്ട് അവിടെ- അവിടെ- എല്ലാ കാര്യങ്ങളും വിശദീകരിക്കണം. RSS-മായുള്ള കൂടിക്കാഴ്ചയെ കുറിച്ചാണ് അല്ല, ഒറ്റ ഞാൻ ആ പോയിന്റിൽ മാത്രമാണ് focus ശരിയാ ചെയ്യുന്നത്. ശരിയാ അന്വേഷണ റിപ്പോർട്ട് പുറത്തു വരട്ടെ. അല്ല ഇതിനകത്ത് ഒറ്റ കാര്യമുള്ളൂ. ഏത് അന്വേഷണം? അജിത് കുമാർ അന്വേഷിച്ചോ? പൂരത്തിന്റെ കാര്യത്തിൽ അത് അജിത് കുമാർ അല്ല, അന്വേഷിച്ച സാറിന് ഇപ്പോ അജിത് കുമാറിന് വിശ്വാസമില്ലെങ്കിൽ മുഖ്യമന്ത്രിയോട് മറ്റൊരു ഓഫീസറെ ഇടാൻ നമുക്ക് പറയാം. അല്ലാതെ ഇപ്പൊ എന്താ ചെയ്യാ? ഒറ്റ കാര്യമുള്ളൂ. ഈ ചോദ്യമായിട്ട് ബന്ധപ്പെട്ടേ RSSും ഇവിടെ ഒരു കാര്യവും വിശദീകരിക്കേണ്ട, അജിത് കുമാറും ഒരു കാര്യവും വിശദീകരിക്കേണ്ട. അങ്ങനെ ഒരു ഡിമാൻഡ് എനിക്കില്ല, മറ്റ് പാനലിസ്റ്റുകൾക്കും ഇല്ല, ഞാൻ ആർക്കില്ലല്ലോ. ADGP അജിത് കുമാറും ഈ കാര്യത്തിൽ വിശദീകരണം പറയേണ്ട, RSSും പറയേണ്ട, ഹൊസബുളയും പറയേണ്ട, മുഖ്യമന്ത്രി പിണറായി വിജയൻ അജിത് കുമാർ MV ഗോവിന്ദനും പറഞ്ഞാൽ മതി. പാർട്ടി വിശദീകരിക്കണം. പാർട്ടി വിശദീകരിക്കണം. ഇതേ ഉള്ളൂ, അല്ലാതെ ഇവരാരും പറയണ്ട കേട്ടോ. അങ്ങനെ ഡിമാൻഡ് ഇല്ല. അജിത് കുമാർ ചെയ്യുന്ന കാര്യത്തിന്റെ വിശദീകരണം കൊടുക്കേണ്ട പാർട്ടിയാണ്. അത്രേ ഉള്ളൂ. അതാണ് സാർ ഞാൻ പറഞ്ഞത്, രാഷ്ട്രീയ വിശദീകരണമാണ് നമ്മൾ കേൾക്കാൻ അതിന്റെ കാര്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഈ പറയുന്ന വലിയ രാഷ്ട്രീയ ആരോപണം ആ പ്രസ്ഥാനം നേരിട്ടുകൊണ്ടിരിക്കുന്നു. അന്തർധാര എന്ന് പറയുന്ന ഒരു വലിയ രാഷ്ട്രീയ ആരോപണം നേരിട്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ പറയുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനും MV ഗോവിന്ദൻ എന്ന് പറഞ്ഞ പാർട്ടി സെക്രട്ടറിക്കും കേരളത്തിലെ ജനങ്ങളോട് കുറഞ്ഞപക്ഷം അവരുടെ പാർട്ടിയിൽ വിശ്വസിച്ച ആ പാർട്ടിയുടെ കൊടിയേന്തുന്ന സഖാക്കളോട് ഇത് വിശദീകരിക്കാൻ അവർ ബാധ്യസ്ഥരാണ്. അവർ മറുപടി പറഞ്ഞാൽ മതി. അജിത് കുമാർ പറയേണ്ട, ഹൊസബുളയും പറയേണ്ട. 218 രക്തസാക്ഷികളുടെ കുടുംബത്തോട് ഇത് വിശദീകരിച്ചേ പറ്റൂ. വിശദീകരിക്കേണ്ടി വരുന്ന ബാധ്യതയുണ്ട് ഈ പാർട്ടിക്ക് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തീർച്ചയായും നമുക്കിനി ഒരു ഇടവേള. മീറ്റ് ദി എഡിറ്റേഴ്സ് തുടരുന്നു. കൂടിക്കാഴ്ച വിശദീകരിക്കേണ്ടേ എന്നായിരുന്നു ചോദ്യം. 4 പേരുടെയും അഭിപ്രായം യെസ് എന്നാണ്, വിശദീകരിക്കണം. Meet the editors.